ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസത്തിൻ്റെ 2-ാം ദിവസം ഈ 2-ാം സെഷനിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് തരുന്ന ഈ മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസൻ, കടന്നു വന്നിരിക്കുന്ന മറ്റ് എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാർക്കും, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനകളിൽ ഇത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. കാര്യം സഭകളോടുള്ള ദൂതാകിയാൽ ഈ സഭകളോടുള്ള ദൂത് ഏതൊരു കാലഘട്ടത്തിലും അത് ആപ്റ്റാണ്. കാരണം ദൈവം സഭകളോട് എല്ലാ കാലത്തും സംസാരിക്കാറുണ്ട്. നമ്മുടെ സഭയോടും ദൈവം സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ എഫെസോസ് സഭയോടുള്ള ദൂത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തവണ പെർഗമോസിനോടുള്ള പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മുടെ യൂണിറ്റ് യോഗങ്ങളിൽ ഫിലദൽഫിയോടുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ അനുസരിച്ചല്ല ഞാൻ ഈ സഭകളോടുള്ള ദൂത് പറയുന്നെങ്കിലും ഇതിൻ്റെ അകത്തെല്ലാം ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട്. നാം എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ പത്മോസിൻ്റെ ദ്വീപിലായിരിക്കുമ്പോഴാണ് യോഹന്നാന് ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടായത്. അപ്പോൾ പത്മോസ് ദ്വീപിനെ കുറിച്ചുള്ള ഭീകരമായ കാര്യങ്ങളൊക്കെ ദൈവദാസന്മാർ പറയാറുമുണ്ട്. നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇന്നിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. പത്മോസ് അനേകർക്ക് ഒരു നരകതുല്യമായ സ്ഥലമാണെങ്കിലും യോഹന്നാനെ സംബന്ധിച്ച് അതൊരു സ്വർഗീയമായ അനുഭവമായി തീർന്നു. നമ്മുടെ ജീവിതം എവിടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ അത് സ്വർഗീയ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കും. പലപ്പോഴും പലരും, ഇവിടെ ഉള്ളവരുൾപ്പെടെ പലപ്പോഴും പറയുന്നതാണ്, ഞാൻ എങ്ങനെ ഈ നരകത്തിൽ വന്നു പെട്ടെന്ന്. നരകത്തെ മാറ്റുവാൻ ദൈവം മതിയായവനാണ്. ജീവിതത്തിലെ നരകതുല്യമായ അനുഭവങ്ങളിൽ നാം ദൈവത്തിന് വേണ്ടി കാംക്ഷിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, പഴിയും ദുഷികളും പറയാതെ, നിന്ന വാക്കുകൾ പറയാതെ, പ്രാകാതെ, നിരാശയുടെ വിഷാദത്തിൻ്റെ വാക്കുകൾ എപ്പോഴും പുറപ്പെടുവിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ തയ്യാറായാൽ നീ ഇപ്പോൾ നരകമെന്ന് കരുതുന്നതിനെ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ ദൈവം മതിയായവനാണ്. ഇന്ന് പലരെയും പലതും അലട്ടുന്നുണ്ടെങ്കിൽ അവിടെ കാംക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഏതൊക്കെ വിഷയങ്ങളിൽ ഇറങ്ങി വരുമോ അവിടൊക്കെ സ്വർഗീയമായ തലങ്ങൾ രൂപപ്പെടുക തന്നെ ചെയ്യും. നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നത് മനുഷ്യന്റെ കഴിവുകളല്ല, പണമല്ല, പ്രതാപമല്ല, അല്ലെങ്കിൽ സൗന്ദര്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അനേകം ശക്തിമാന്മാർ തകർന്നു പോയ പത്മോസിൽ ദുർബലനായ വൃദ്ധനായ ഒരു യോഹന്നാൻ നിലനിന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. യോഹന്നാന്റെ അറിവല്ല, യോഹന്നാൻ നേടിയ അല്ലെങ്കിൽ ജ്ഞാനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ ആദ്യമേ തന്നെ കൈമാറുന്ന ഒരു ദൂതാണ്, നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി എപ്പോഴും കൊതിക്കുന്നവരായി തീരണം. നമ്മുടെ ജീവിതം ദൈവ സാന്നിധ്യത്തിനുള്ളിൽ ആയിരിക്കാൻ നാം എപ്പോഴും ആഗ്രഹിക്കണം. എന്തും സംഭവിക്കട്ടെ ജീവിതത്തിൽ, പക്ഷെ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ സമാധാനം, സ്വസ്ഥത, സന്തോഷം, സംതൃപ്തി ഉണ്ടാകും. ഏതൊരു അനുഭവത്തെയും മാറ്റുവാൻ കഴിയും. മാത്രമല്ല, പത്മോസ് ഒരു കാലത്തിൽ കുപ്രസിദ്ധി നേടിയ ദ്വീപായിരുന്നെങ്കിൽ ഇന്നത് ഒരു
മനോഹര സ്ഥലമായി അനേകം സഞ്ചാരികൾ കടന്നുപോയി കാണുവാൻ ആഗ്രഹിക്കത്തക്കോണം മനോഹരമാക്കി തീർത്തു. അങ്ങനെയെങ്കിൽ കുപ്രസിദ്ധി നിറഞ്ഞ നിന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും അല്ലെങ്കിൽ പല സംഭവങ്ങളെയും മാറ്റി അതിനെ മനോഹരമാക്കി തീർക്കുവാനും ദൈവം മതിയായവനാണ്. ദൈവം വിശ്വസ്തനാണ്. നീ ധൈര്യത്തോടെ ചുവടുകൾ വയ്ക്കുക, ദൈവസന്നിധിയിൽ നിൽക്കുക. എല്ലാറ്റിനെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത് ഒരു ഉണർവിന് വേണ്ടിയുള്ള വിളി. ഒരു ഉണർവിന് വേണ്ടിയുള്ള വിളി. ഈ കാലഘട്ടത്തിൽ അത് വല്ലാതെ ആവശ്യമായിരിക്കുകയാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കഴിയും. ഒരാളുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു യൗവനക്കാരത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ വല്യപ്പൻ ദൈവത്തെ അനുഭവിച്ചു. പെന്തിക്കോസ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ വല്യപ്പന് ഇതൊരു അനുഭവമായിരുന്നു, എൻ്റെ അപ്പന് ഇതൊരു പാരമ്പര്യമായിരുന്നു, എനിക്കിതൊരു തലവേദനയായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. നോക്കിക്കേ, വല്യപ്പന് ഇതൊരു അനുഭവമായിരുന്നെങ്കിൽ അപ്പന് ഇതൊരു പാരമ്പര്യമായി മാറി, മക്കൾക്ക് അതൊരു തലവേദനയാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ആയിരിക്കുന്ന കാലഘട്ടങ്ങളെ വിവേചിച്ചുകൊണ്ട് നമ്മിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ വരുത്തി ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ തയ്യാറായാൽ ഒരു ഉണർവ് തരുവാൻ ദൈവം മതിയായവനാണ്. നമുക്കിത് ഒരു അനുഭവമായി തീരുവാൻ ഇടയാകണം. പെന്തിക്കോസ്റ്റലിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ശക്തിയോടെ അതിൻ്റെ മഹാത്മ്യത്തോടെ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങൾ നമ്മുടെ നാളുകളിൽ ഉണ്ടാകണം. നമുക്കിതൊരു കേട്ടുകേൾവിയാകരുത്, നമുക്കിതൊരു പാരമ്പര്യമായി തീരരുത്, മറിച്ച് ഇതൊരു അനുഭവമായി തീരണം. നാം അനുഭവിക്കാൻ തുടങ്ങിയാൽ ഈ അനുഭവത്തിന്റെ ശക്തി അനേക ശക്തികളെ കീഴടക്കുവാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു വിളിയാണ് ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ദൈവദാസന്മാർ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, സഭയുടെ ഒരു ഉണർവിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥനയ്ക്കിടയിൽ ഞാൻ ഇങ്ങനെ ഒരു ദർശനം അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു സ്വപ്നം പോലെ വരുവാനിടയായി തീർന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചാരം മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം കാണുവാനിടയായി. ആ ചാരം മൂടിക്കിടക്കുന്നതിൻ്റെ മുകളിൽ കൂടെ ഉറുമ്പുകൾ അല്ലെങ്കിൽ ക്ഷുദ്രജീവികളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അവയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ അതിനെ തൊട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു ചൂടുണ്ട്. പക്ഷെ ഇതൊന്നും ആ ജീവികൾക്ക് ഒരു പ്രശ്നവുമല്ല. അതിങ്ങനെ നടക്കുകയാണ്, അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അതിനെ ഒന്ന് ഊതി നോക്ക്. ഊതിയപ്പോൾ ഇതിനെ ഇങ്ങനെ ഊതാൻ തുടങ്ങിയപ്പോൾ ഈ ചാരം ഇങ്ങനെ മാറുവാൻ തുടങ്ങി. ചാരം മാറിയപ്പോൾ ചാരത്തിൻ്റെ അടിയിൽ ഒരു ചെറിയ കനലുണ്ട്. ആ കനലാണ് ഈ ചൂട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞത്, നീ ഈ ചാരത്തെ മാറ്റിയിട്ട് ആ കനലിനെ ആളിക്കത്തിക്കാൻ നോക്ക്. ഈ ചാരം ഇതിൻ്റെ മുകളിൽ കിടന്ന നിനക്ക് ചൂട് കാണും, പക്ഷെ നിന്നെ കൊണ്ടുള്ള പ്രയോജനം നടക്കത്തില്ല. മറിച്ച് നിന്റെ ഉള്ളിലെ ചാരങ്ങളെ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ, പലതും മൂടിക്കിടക്കുകയല്ലേ. നിന്നെ ദൈവം കണ്ടത് ഒരു തീക്കനലായി കണ്ടിരിക്കെ പലതും നിന്റെ ഉള്ളിൽ കയറി നിന്റെ ചാരം മൂടിക്കിടക്കുകയാണ്. ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, പക്ഷെ പ്രയോജനപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ചൂട് പുറത്തേക്ക് വരത്തക്കണം, അതിൻ്റെ ശക്തിയോടെ പുറത്തേക്ക് വരത്തക്കണം. നിന്റെ ഉള്ളിലെ ചാരങ്ങളെ മാറ്റണം. സഭയെ ചാരങ്ങളെ മാറ്റണം. നമുക്ക് പേര് മാത്രം പോരാ. ശരിയാണ്, നമ്മുടെ ഇടയിൽ അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, മറ്റു പലതുമുണ്ട്. പക്ഷേ നമ്മുടെ ചൂടെവിടെ? ചൂടില്ലാത്തത് കൊണ്ട് തന്നെ പലതും വലിഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. ചൂടുണ്ടായി വരണം. ചൂടുണ്ടായിട്ട് അത് ആളിക്കത്തുന്ന അനുഭവങ്ങളിലേക്ക് വരണം. ഇത് നമ്മളെ എല്ലാവരെയും ഉദ്ദേശിച്ചാണ്, എന്നെ കൂടെ ഉദ്ദേശിച്ചാണ്. നിങ്ങളെ മാത്രമല്ല, എന്നെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൂതല്ല, മറിച്ച് എനിക്ക് വേണ്ടി കൂടെയുള്ള ദൂതാണ്. പലതിലും ചാരം മൂടിക്കിടക്കുകയാണ്. ദൈവം തരാഞ്ഞിട്ടല്ല, മറിച്ച് തന്നതിനെ സൂക്ഷിക്കുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു. നാം അലംഭാവത്തോടെ അല്ലെങ്കിൽ അലസതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ തന്നിരിക്കുന്നത് പ്രയോജനപ്പെടാതെ പോകുകയാണ്. നോക്കിക്കേ, ഇതൊരു തീയായി മാറിയാൽ ഇതിലേക്ക് ക്ഷുദ്രജീവികൾ കയറുകയില്ല. ഇതൊരു തീയായി മാറിയാൽ ഉറുമ്പിന് അതിൻ്റെ അകത്തൂടെ കയറി നടക്കുവാൻ കഴിയത്തില്ല. ഉറുമ്പിന് അതിൻ്റെ കൂട് കൂട്ടുവാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു,
നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ചാരങ്ങളെ വകഞ്ഞു മാറ്റുവാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ കാറ്റടിച്ച് ചാരങ്ങൾ മാറിയാൽ ഈ അഗ്നി ആളിക്കത്തുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പറ്റി പിടിച്ചു കിടക്കുന്ന ചാരങ്ങളെ പുറത്താക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഒരു മടങ്ങി വരവിന് വേണ്ടിയുള്ള വിളി ദൈവാത്മാവ് നമുക്ക് നൽകുകയാണ്. ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചാരമായി കയറിയിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം. ഒരു വീട്ടമ്മ തന്റെ അടുപ്പിലെ ചാരത്തെ മാറി മാറ്റുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചാരങ്ങളെ മാറ്റുന്ന ദിനങ്ങളായി മാറട്ടെ. അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചതും നാം പാടിയതും, നാം അന്യഭാഷ സംസാരിച്ചു, 14 ദിവസം കഴിഞ്ഞു, പിന്നെയും സന്ധ്യയായി ഉഷസ്സുമായി ദിവസങ്ങൾ കഴിഞ്ഞെന്ന് പറയുന്ന പോലെ. അങ്ങനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മാറ്റത്തിന്റെ കാറ്റുണ്ടാകണം, ഒരു മാറ്റത്തിന്റെ കാറ്റുണ്ടാകണം. ചാരങ്ങൾ മാറട്ടെ, നമ്മളൊരു അഗ്നി കഷ്ണങ്ങളായി മാറട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. ചാരം വല്ലാതെ മൂടിയിരിക്കുകയാണ്. പെന്തിക്കോസ്തലിസത്തിലായാലും അനാവശ്യമായ പല ചാരങ്ങൾ കയറിക്കിടക്കുകയാണ്. സഭകൾക്ക് ശോഭിക്കുവാൻ കഴിയുന്നില്ല. ചാരം മൂടിക്കിടക്കുന്നിടത്ത് ശോഭ വരത്തില്ല. ഉള്ളിൽ ചിലപ്പോൾ അഗ്നി കാണുമായിരിക്കാം, പക്ഷേ അതിന്റെ ശോഭ വെളിപ്പെട്ട് വരത്തില്ല. അപ്പോൾ അതുമാത്രമല്ല, വ്യക്തി ജീവിതങ്ങളിലും പലയിടത്തും ചാരം മൂടിക്കിടക്കുകയാണ്. പറയുവാൻ പല പഴയ കഥകൾ ഉണ്ടായിരിക്കാം, എന്നാൽ പുതിയ കഥകൾ ഇന്നില്ല, പുതിയ അനുഭവങ്ങളില്ലാതെ പഴം കഥകളിൽ മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കാലം കുറെ കഴിയുമ്പോൾ ഈ ചാരം നിന്നെ കെടുത്തിക്കളയുവാനിടയായി തീരും. പിന്നെ നിന്നെ എത്ര കത്തിക്കുവാൻ നോക്കിയാലും കത്തിക്കേറത്തില്ല. ഇപ്പോഴാകുന്നു നിന്റെ ദിവസം, ഇന്നാകുന്നു നിന്റെ ദിവസം. കത്തിക്കേറുവാൻ വേണ്ടി ദൈവാത്മാവ് നിന്നെ നിരന്തരം പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതിനെയും മുറുകെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് നിന്റെ തീയെ കെടുത്തിക്കളയുന്നതാണ്. എന്താണ് നിന്റെ ഉള്ളിലെ തീയെ കെടുത്തിക്കളയുന്നത്? അതിനോട് ഗുഡ് ബൈ പറയുവാൻ വേണ്ടി തയ്യാറാകുക. അനാവശ്യമായ പലതിനെയും കെട്ടിപ്പുണർന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പറയണം, എനിക്കതിനോട് ഇനി സഹിത്തം വേണ്ട. കാരണം ദൈവം എന്നെ കണ്ടിരിക്കുന്നത് ഒരു ചാരമായി തീരുവാനല്ല, മറിച്ച് ഒരു കനലായി തീരുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ സർദീസ് സഭയെ കുറിച്ച് പറയുമ്പോഴും, സർദീസ് സഭയെ കുറിച്ചുള്ള ദൂത് അല്ലെങ്കിൽ വചനം നിങ്ങൾക്ക് വേണ്ടി ഇന്നൊന്നും തയ്യാറാക്കാൻ തുടങ്ങിയതല്ല, കുറെ ദിവസമായി ചിന്തിച്ചുകൊണ്ടിരുന്ന സന്ദേശമാണ്. പക്ഷേ ഇന്ന് ഇവിടെ ഇരുന്നപ്പോഴാണ് ഈ ഒരു ദർശനമോ അല്ലെങ്കിൽ ഒരു സ്വപ്നമോ എന്ന് പറയുന്ന കാര്യം ഞാൻ കണ്ടത്. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചില സന്ദേശങ്ങൾ ഇവിടെ കാണുകയാണ്. സഭയുടെ ദൂതന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. സഭയുടെ ദൂതൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഏഞ്ചൽ അല്ലെങ്കിൽ ഒരു മാലാഹ എന്നുള്ള അർത്ഥമല്ല, മറിച്ച് ദൂതൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലാണ് അവിടെ ദൂതൻ എന്ന പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സഭയുടെ ദൂതൻ എന്ന് പറഞ്ഞാൽ ആ സഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ ആ സഭയുടെ നേതൃത്വം വഹിക്കുന്നവനോടാണ് ദൂത് പറയുന്നത്. അപ്പോൾ ഓരോ സഭയ്ക്കും ആവശ്യമായ ദൂതുകൾ ആ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരോട് ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവദാസന്മാരിലൂടെ കൈമാറുന്ന ദൂതുകളെ നാം തുച്ഛീകരിക്കരുത്. കാരണം സഭയുടെ ദൂതനോടാണ് പറയുന്നത്, വെളിയിലുള്ള ദൂതനോടല്ല, മറിച്ച് സഭയ്ക്ക് ഉത്തരവാദിത്വമുള്ള, സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ ദൂതനോട് തന്നെയാണ് ദൂത് കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാസ്റ്റർമാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പാസ്റ്റർമാർ ഇങ്ങനെ പോക്കോട്ടെ, കുഴപ്പമില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് ചിന്തിക്കരുത്. മറിച്ച് സഭയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവമേ, നിനക്ക് ഞങ്ങളോട് പറയാനുള്ള ദൂതുകൾ അവരിലൂടെ തന്നെ കൈമാറി വരട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർമാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി നിൽപ്പാൻ, അവരിലൂടെ ദൂതുകൾ കൈമാറി കിട്ടുവാൻ വേണ്ടി സഭാജനങ്ങളും പ്രാർത്ഥിക്കണം. ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ആർക്കും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയത്തില്ല. എന്തിനു പറയുന്നു? ശ്രേഷ്ഠനായ അപ്പോസ്തലൻ പൗലോസ് പോലും തൻ്റെ ജനത്തോട് അല്ലെങ്കിൽ താൻ സ്ഥാപിച്ച സഭകളോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് പ്രാർത്ഥിക്കാത്ത മനുഷ്യനായിട്ടല്ലല്ലോ, അല്ലെങ്കിൽ പൗലോസിന് വചനം അറിയാത്ത മനുഷ്യനായിട്ടല്ലല്ലോ, വെളിപ്പാടുകൾ ഇല്ലാത്തവനായിട്ടല്ലല്ലോ, മറിച്ച് സഭയുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അന്യോന്യം വഹിക്കണം. നാം അന്യോന്യം കൂട്ടായ്മ ആചരിക്കുന്നവരും അന്യോന്യം വഹിക്കുന്നവരുമായി തീരണം. സഭ എന്നുള്ളത് ഐക്യതയുടെ ഒരു പ്രതീകമായിരിക്കണം. അന്യോന്യം കരുതുന്നവരായിരിക്കണം.
അത് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സഭയുടെ ദൂതന്മാർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കണം. അവരിലൂടെയാണ് സന്ദേശങ്ങൾ കൈമാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് സഭ, അല്ലെങ്കിൽ നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്ന സഭയെ കുറിച്ചാണ്. സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സഭ എന്ന് കേൾക്കുമ്പോൾ പെന്തിക്കോസ് സഭ, മർത്തോമ സഭ, യാക്കോബ സഭ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ സഭ എന്ന പദത്തിന്റെ അർത്ഥം ഒരു പൊളിറ്റിക്കൽ പവർ വഹിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ റോമൻ സംസ്കാരത്തിലായാലും ഗ്രീക്ക് സംസ്കാരത്തിലായാലും സഭ കൂടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി അധികാരപ്പെട്ടവർ ആ ദേശത്ത് എന്ത് നടപ്പാക്കണം, അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ പോളിസി എന്തായിരിക്കണം, അവിടെ എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുവാൻ അവകാശമുള്ളവർ കൂടി വരുന്നതിനെ വിളിക്കുന്ന പേരാണ് സഭ. അങ്ങനെയെങ്കിൽ ഭൂമിയിലെ സഭയ്ക്ക് അത്രയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഈ സഭയ്ക്കും അതിൻ്റെതായ ശക്തികളുണ്ട്. ഈ ദേശത്ത് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുവാൻ വേണ്ടി കൂടാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സഭ എന്നുള്ളത് പവർ ഉള്ളതാണ്, അധികാരമുള്ളതാണ്. നാം കൽപ്പിക്കുന്നത് തന്നെ സംഭവിക്കുന്നു വിശ്വസിക്കണം. ഈ ദേശത്തെ കീഴടക്കുന്നത് നാം ആയിരിക്കണം. നാം എടുക്കുന്ന തീരുമാനങ്ങൾ, ആത്മീകമായ തീരുമാനങ്ങൾ ഇവിടെ നിറവേറി വരണം. പക്ഷേ സഭ ശക്തിയില്ലാത്തതായി തീർന്നാൽ, അത് ചാവാറായതുപോലെ കിടക്കുകയാണെങ്കിൽ ആര് തീരുമാനമെടുക്കും? സഭ ഉറങ്ങുന്നതാണെങ്കിൽ എങ്ങനെ തീരുമാനമെടുക്കുവാൻ കഴിയും? സഭ സദാ ജാഗ്രതയുള്ളതായിരിക്കണം. നമ്മൾ ഓരോരുത്തരും സദാ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഈ ദേശത്ത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഇതിനെ സ്ഥാപിച്ചെങ്കിൽ ഇതിനി ഉറങ്ങുവാനല്ല, മറിച്ച് അധികാരത്തോടെ പെരുമാറുന്ന ദിവസങ്ങളായി തീരണം. നമ്മളൊരു പൊളിറ്റിക്കൽ ബോഡിയാണ്, ഹെവൻലി പൊളിറ്റിക്കൽ ബോഡി. ഒരു എർത്ത്ലി പൊളിറ്റിക്കൽ ബോഡിയല്ല, മറിച്ച് ഒരു ഹെവൻലി പൊളിറ്റിക്കൽ ബോഡിയാണ്. ദൈവം നമ്മളിലൂടെ ചിലതൊക്കെ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ സർദീസിലെ സഭയുടെ ദൂതന് കൈമാറുകയാണ്. അവിടെ എഴുതി വരുമ്പോൾ ഈ സർദീസിനെ കുറിച്ചൊന്ന് അറിയുന്നത് നല്ലതായിരിക്കും. സർദീസ് എന്ന് പറയുന്ന പട്ടണം, അത് ഒരു കാലഘട്ടത്തിൽ ലിദിയ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. അപ്പോൾ വലിയ ഫേമസ് ആയിരുന്ന ഒരു സ്ഥലമാണ് സർദീസ് എന്ന് പറഞ്ഞാൽ. ഫിലദൽഫിയ പോലല്ല, മറിച്ച് സർദീസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. ഇത് ഒരു വലിയ മലകൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ഇതിന്റെ താഴ്വാരത്തിൽ നിന്ന് ഏകദേശം 1500 അടി പൊക്കത്തിലാണ് ഈ സിറ്റി ഇരിക്കുന്നത്. കുത്തനെയുള്ള മലകൾ. നമ്മുടെ പലപ്പോഴും മലകൾ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതാണെങ്കിൽ ഇത് കുത്തനെ ലംബമായുള്ള മലകൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പട്ടണം. ഈ പട്ടണത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ പട്ടണത്തിലേക്ക് അങ്ങനൊന്നും ആർക്കും ഇരച്ചു കയറുവാൻ കഴിയത്തില്ല. ഒരു ശത്രു സൈന്യത്തിന് പെട്ടെന്നൊന്നും കീഴടക്കുവാൻ കഴിയാത്ത വിധം ഉയരത്തിലിരിക്കുന്ന ഒരു പട്ടണം. അപ്പോൾ ഈ പട്ടണത്തിനൊരു പ്രശ്നമുണ്ടായി. ആർക്കും കീഴടക്കുവാൻ കഴിയത്തില്ലെന്നുള്ള ആ ഓവർ കോൺഫിഡൻസ് മൂലം അവർ പലപ്പോഴും അലസരായി തീരുന്ന അനുഭവങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യത്തിന് എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളുണ്ട്, ഞങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്, ഞങ്ങളെ അങ്ങനൊന്നും ആർക്കും കീഴടക്കുവാൻ ഇല്ല എന്നുള്ള ചിന്ത മൂലം ഇവർ പലപ്പോഴും അലസതയോടാണ് പെരുമാറിയിരുന്നത്. വളരെ സുഖലോലുപതയിൽ മുന്നോട്ട് പോകാൻ അവർ ചിന്തിച്ചു. അവർ പലപ്പോഴും കാവൽ നിൽക്കുന്ന കാര്യത്തിൽ പരാജയമായിരുന്നു. പക്ഷെ കാവൽ നിന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, ഒരു ചുക്കും സംഭവിക്കത്തില്ലെന്ന് നമ്മൾ പറയത്തില്ലേ, അതേ രീതിയിൽ അവരും ചിന്തിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ അശ്രദ്ധകൾ വല്ലാതെ വർദ്ധിച്ചപ്പോൾ കാലത്തിന്റെ പഴക്കത്തിൽ ഇതിന്റെ ഒരു മതിലിന് വിള്ളൽ വരുവാൻ തുടങ്ങി. പക്ഷേ അതും അവർക്ക് വിഷയമായി തോന്നിയില്ല. കാര്യം 1500 അടിക്ക് മുകളിൽ ഇരിക്കുന്ന മതിലിനൊരു വിള്ളൽ വന്നാൽ എന്താ കുഴപ്പം? നമ്മളും പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടും സുരക്ഷിത, പിന്നെ ഒരു ചെറിയ പ്രശ്നം വന്നാൽ എന്താ കുഴപ്പം? പക്ഷെ ശത്രു അത് നോട്ടമിടും.
ശത്രു അത് നോട്ടമിടും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം അതാണ്. നമ്മുടെ കോട്ട എപ്പോഴും കാത്തുകൊള്ളണം. നമ്മുടെ കോട്ടയ്ക്ക് വിള്ളലുണ്ടാകുവാൻ അനുവദിക്കരുത്. വിള്ളലുകൾ വന്നാൽ അത് ഉടനെ തന്നെ റിപ്പയർ ചെയ്യുവാൻ തയ്യാറാകണം. ജീവിതത്തിൽ കടന്നു കയറുന്ന വിള്ളലുകളെ നിസ്സാരമായി കരുതി ഞാൻ ഇപ്പോഴും സുരക്ഷിതനാണ്, എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്നുള്ള ഒരു മനോബോധത്തിൽ ഇരുന്നാൽ ഏത് സമയത്തും ശത്രു നിന്നെ കയറി ആക്രമിക്കുവാൻ ഇടയാകും. അലസ മനോഭാവങ്ങൾ ഈ ദിവസങ്ങളിൽ മാറണം. ആത്മീയമായുള്ള കാര്യങ്ങളിൽ, കൂട്ടായ്മയിൽ നീ കാണിക്കുന്ന അലസ മനോഭാവങ്ങൾ ഈ ദിവസങ്ങളിൽ മാറണം. നാം കാണിക്കുന്ന അലസ മനോഭാവങ്ങൾ ഈ ദിവസങ്ങളിൽ മാറണം. ഒരു കാലഘട്ടത്തിൽ വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വളരെ ജാഗ്രതയുള്ളവരായിരുന്നു, വളരെ തീഷ്ണതയുള്ളവരായിരുന്നു. പെന്തിക്കോസ്തിന്റെ ഒരു പ്രത്യേകത അതായിരുന്നു. നിറഞ്ഞുകൂടുന്ന ആൾക്കൂട്ടം. അവർക്ക് വളരെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധിയിലായിരുന്നു, സുരക്ഷിതം ഇല്ലായിരുന്നു. എല്ലാം മുമ്പിലെല്ലാം ഭാവിയെല്ലാം ഇരുളടഞ്ഞ നിലവാരത്തിലായിരുന്നപ്പോൾ ദൈവത്തിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നവർ ജീവിതം കാലക്രമേണത്തിൽ അല്ലെങ്കിൽ കാലത്തിന്റെ നീളകളിൽ ജീവിതമെല്ലാം സുരക്ഷിതമായെന്നുള്ള ചിന്തകൾ വന്നപ്പോൾ ദൈവമുണ്ടെങ്കിൽ എന്താ, ദൈവമില്ലെങ്കിൽ എന്താ, ഞാൻ സുരക്ഷിതനാണല്ലോ, എൻ്റെ കാര്യങ്ങൾ എനിക്ക് തീരുമാനിക്കാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്തകൾ പലയിടത്തും കയറിക്കൂടിയിട്ട് അലസ മനോഭാവത്തിലേക്ക് വീണിട്ട് വിള്ളലുകൾ വരുമ്പോൾ ഓർക്കുക, ആ വിള്ളലിലൂടെ ശത്രു കയറുന്ന ദിനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കോട്ട കാത്തുകൊള്ളുക. കോട്ട കാത്തുകൊണ്ടില്ലെങ്കിൽ ശത്രു ഏത് സമയവും കയറി വരുവാനുള്ള സാധ്യതകളുണ്ട്. നീ എത്ര ഉയരത്തിൽ ഇരുന്നാലും ഉയരത്തിൽ നിന്ന് നിന്നെ വലിച്ചിടുവാൻ തക്കോണം ശത്രു ശക്തി പ്രാപിക്കും. അതിനു മുമ്പ് തന്നെ നിന്നെ തന്നെ ശക്തീകരിക്കുക. ശക്തീകരിക്കുക. ശക്തി കുറയ്ക്കരുത്. ഇന്നത്തെ സുരക്ഷിതത്വങ്ങൾ നാളെ സുരക്ഷിതമല്ലാതെ മാറും. എന്നാൽ ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ എന്നും സുരക്ഷിതനായിരിക്കും. ദൈവവുമായുള്ള ബന്ധം സജീവമായി നിർത്തുന്നവൻ എന്നും സുരക്ഷിതനായിരിക്കും. അവൻ അലംഭാവത്തോടെ ദൈവസന്നിധിയിൽ വരത്തില്ല, അലസ മനസ്സോടെ അവൻ വരത്തില്ല. അവനെ സംബന്ധിച്ച് എപ്പോഴും അവൻ ജാഗ്രതയുള്ളവനായിരിക്കും. കാരണം നിന്റെ ദൈവം നിന്നെ കുറിച്ച് ജാഗ്രത കാണിക്കുമ്പോൾ നീയും ജാഗ്രത കാണിക്കണം. ദൈവം നിനക്ക് വേണ്ടി ജാഗ്രതയോടെ അന്വേഷിക്കുമ്പോൾ നീയും ജാഗ്രതയോടെ അവനെ പിൻപറ്റുവാൻ തയ്യാറാകണം. ഇതൊന്നും വേറെ ആരും വന്ന് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പറയണം. കാരണം നാളെ ദൈവം ഞങ്ങളോടും ചോദിക്കും, നീ എന്താ അത് പറയാൻ? ഞാൻ ഇപ്പോൾ ജാഗ്രത നഷ്ടപ്പെട്ടു. ഈ വലിയ സിറ്റിക്ക് 1500 അടി ഉയരത്തിലിരിക്കുന്ന, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മീറ്ററോളം താഴ്ചയിലിരിക്കുന്ന സ്ഥലമാണ്. കടലുമായുള്ള നിരപ്പ് വന്നാൽ അപ്പോൾ ഏത് സമയത്തും ആർക്കും കയറാം, കടലിനും കയറാം, എന്തിനും കയറാം. പക്ഷേ സർദീസിന്റെ പ്രത്യേകത അത് 1500 അടി ഉയരത്തിലിരിക്കണം. ഇതിനെ കീഴടക്കുവാൻ പലരും ശ്രമിച്ച് പരാജയപ്പെട്ടു. പക്ഷേ ഇതിന്റെ കാലക്രമത്തിൽ ഇവരുടെ ഈ അലസ മനോഭാവം മൂലം മതിലിന്റെ അകത്ത് വിള്ളല് വന്നു. ഈ വിള്ളല് പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിന്റെ കണ്ണിൽപ്പെട്ടു. ഇതിനെ കീഴടക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പലരും ശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് കണ്ടു അവിടെ ഒരു വിള്ളലുണ്ട്. പക്ഷെ ഈ വിള്ളലിലോട്ട് എല്ലാവർക്കും കൂടെ കയറുവാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു മനുഷ്യനെ അപ്പോയിന്റ് ചെയ്തു. നീ ഈ 1500 അടി പൊക്കത്തിൽ കയറി ആ മതിലിന്റെ അകത്തെ വിള്ളലിൽ കൂടെ കയറണമെന്ന്. നോക്കിക്കേ, പലപ്പോഴും ഒരു ചെറിയ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിസ്സാരം, ഇതൊക്കെ ഞങ്ങൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, ഇതൊന്നും ഒരു വിഷയമല്ലെന്ന് മട്ടിൽ പലപ്പോഴും അലസതയോടെ സമീപിക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, 1500 അടി പൊക്കത്തിലേക്ക്, അതും ചരിഞ്ഞുള്ള പൊക്കമല്ല, കുത്തനെയുള്ള പൊക്കത്തിലേക്ക് ഒരു ശത്രു കയറി വരുന്നത് അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ ജാഗ്രതയോടെ ആയിരുന്നെങ്കിൽ കാണുകയും ചെയ്യും, അവനെ നശിപ്പിക്കുകയും ചെയ്യാം. കാരണം കുത്തനെയുള്ള കയറ്റത്തിലേക്ക് കയറി വരുന്ന ശത്രുവിന് എളുപ്പമല്ല കയറ്റം. പക്ഷേ ഇവരുടെ ജാഗ്രത കുറവ് കാരണം ആ രാത്രിയിൽ ശത്രു ആ മതിലിന്റെ അകത്തെ വിള്ളലിൽ കയറി സിറ്റിക്കകത്ത് കടന്നു. ഇന്നും പലയിടത്തും നാം അറിയാതെ ശത്രു ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന വഴികളിലൂടെ ശത്രു ഉള്ളിൽ കയറിയിട്ട് അവൻ നമ്മളെ തകർക്കുവാൻ പദ്ധതിയിടുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജാഗ്രതയുള്ളവരായി തീരണം. സമയം അതിക്രമിക്കുന്നതിന് മുമ്പ്
ശത്രു കയറി വരുന്നതിന് മുമ്പ് അവന്റെ കയറ്റങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറായാൽ ശത്രുവിനെ നമുക്ക് ജയിക്കുവാൻ കഴിയും. നാം ഓരോരുത്തരും വിജിലന്റ് ആയിരിക്കണം. നാം ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സഭയുടെ കാവൽക്കാരായിരിക്കണം. എന്താണ് സംഭവിക്കുന്നതെന്ന് നാം നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവിടെ എന്തെങ്കിലും നടക്കട്ടെ, എനിക്കെന്താ, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനൊക്കെ പോയാൽ എനിക്കെന്താ കുഴപ്പം, അവരൊക്കെ എൻ്റെ കയ്യിൽ നിന്നോളൂ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെക്കണം. ഇത് വല്ലാത്ത കാലമാണ്, ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് തന്നെ സമയം നീ തക്കത്തിൽ ഉപയോഗിച്ചോണം. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ആരാണോ കുടുംബത്തിന്റെ നാഥൻ അല്ലെങ്കിൽ നാഥ, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ സഭയിലുള്ള ഓരോ ജനത്തിനും ഉത്തരവാദിത്തമുണ്ട് സഭ ശുഭകരമായിരിക്കാൻ വേണ്ടി. ഇതിന്റെ മതിലുകൾക്ക് വിള്ളൽ വരുത്തുന്നവരായി നാം തീരരുത്, മറിച്ച് ഇതിന്റെ മതിലുകളെ ഉറപ്പിക്കുന്നവരായി തീരണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും സഭയുടെ മതിലുകളെ പണിയുന്നവരായി തീരണം. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. സഭയെ പൊളിക്കുന്നവനെ ദൈവം തൊടും, അത് വേറൊരു കാര്യം. പക്ഷേ നാം പൊളിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരരുത്, പണിത് ശക്തിപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം. ദൈവം തൊടും, അത് സത്യമാണ്. പക്ഷേ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇത് കെട്ടിയടച്ചൊരു തോട്ടമാണെങ്കിൽ ഈ തോട്ടത്തിലെ വേലിക്കല്ലുകൾ നിങ്ങൾ പറിക്കുവാൻ പോകരുത്. അത് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയല്ല, മറിച്ച് നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇതിന്റെ വേലിക്കല്ലുകൾ പൊളിയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഈ സഭയെ പൊളിക്കുകയല്ല, മറിച്ച് ഇതിനെ പണിയുവാൻ ശ്രമിക്കണം, ഇതിനെ വളർത്തുവാൻ ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ സഭയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ സർദീസിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ സർദീസിലെ കാവൽക്കാരെ ഏൽപ്പിച്ചവന്മാർ അലസതയോടെ കൈകാര്യം ചെയ്തപ്പോൾ പേർഷ്യൻ ചക്രവർത്തി BC 549 സർദീസിനെ കീഴടക്കി. ആ ഒറ്റ മനുഷ്യനകത്ത് കയറി. എന്നിട്ട് അവൻ രാത്രിക്ക് രായ്മാനം എന്നൊക്കെ പറഞ്ഞു, രാത്രിക്ക് രാത്രി അവൻ വാതിലുകളെ തുറന്നു കൊടുത്തു. പേർഷ്യൻ സൈന്യം ഇരച്ചു കയറി. അതെ, എത്ര ശക്തനായിരുന്നിട്ടും തൻ്റെ മതിലുകളെ സൂക്ഷിക്കാതിരുന്നപ്പോൾ, തൻ്റെ കോട്ടകളെ കാത്തു സൂക്ഷിക്കാതിരുന്നപ്പോൾ തകർന്നു പോയെങ്കിൽ ഇന്നും അത് നമുക്ക് മുന്നറിയിപ്പാണ്. ഇന്ന് നീ ശക്തൻ എന്ന് തോന്നുന്നെങ്കിൽ ശക്തി ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചുകൊള്ളുക. സഭയ്ക്ക് വേണ്ടിയുള്ള ദൂതും അത് തന്നെയാണ്. നാം സൂക്ഷിച്ചുകൊള്ളുക. എവിടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നേറുവാൻ ഓരോരുത്തരും ശ്രമിക്കുക. പ്രശ്നങ്ങളെ വഷളാക്കുകയല്ല, മറിച്ച് പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സഭയെ വളർത്തുന്നവരായി തീരുക, സഭയെ ശക്തീകരിക്കുന്നവരായി തീരുക. അതെ, നമ്മളെ കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ ദൈവം അത് കണ്ടിരിക്കുന്നു. അങ്ങനെ അവരെ കീഴടക്കി. ഇവരെ കീഴടക്കുവാനുള്ള കാരണം ഇവരുടെ എന്താണ്? അലസത മൂലമാണ്. അവര് വാച്ച്ഫുൾ അല്ലാതിരുന്നത് കൊണ്ട്, അവരതിനെ സൂക്ഷിക്കാതിരുന്നത് കൊണ്ട്, അവരതിനു വേണ്ടി കാക്കാതിരുന്നത് കൊണ്ട് അതിനെ കീഴടക്കി. പിന്നെയും ചരിത്രത്തിൽ ഇതിനെ വീണ്ടും കീഴടക്കി. ഒരിക്കൽ കീഴടക്കിയപ്പോഴെങ്കിലും ജാഗ്രതയുള്ളവരായി തീരണമായിരുന്നു. പക്ഷേ പിന്നീടും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജാഗ്രതയൊക്കെ കാലക്രമേണത്തിൽ എന്ത് ചെയ്തു? മാറിപ്പോയി. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ജയം നേടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുകയാണ്? പഴയതിലേക്ക് പോകുന്ന അനുഭവം. അങ്ങനെ പോയാൽ പ്രയോജനപ്പെടത്തില്ല. നമുക്കൊരിക്കൽ പറ്റിയ പരാജയം പിന്നീട് പരാജയമാകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. നാം വീണത് സത്യമാണ്, പക്ഷെ വീണെടുത്തുനിന്ന് എഴുന്നേൽക്കണം. വീണ്ടും വീഴുവാൻ പോകരുത്. ശ്രദ്ധയോടെ കാൽ ചുവടുകൾ വയ്ക്കുവാൻ വേണ്ടി തയ്യാറാകണം. പക്ഷെ ഈ സർദീസിന് പറ്റിയ പരാജയം എന്തെന്ന് ചോദിച്ചാൽ, സർദീസുകാർ അവിടുന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പിന്നെയും കാലക്രമേണ അവർ വീണ്ടും ജാഗ്രതയില്ലാത്തവരായി തീർന്നു. പിന്നീട് കാണുവാൻ കഴിയും BC 219 റോമൻ സാമ്രാജ്യം വന്ന് ഇവരെ ഇതേ രീതിയിൽ, ഒരിക്കൽ പേർഷ്യക്കാർ എങ്ങനെ കീഴടക്കിയോ അതേ രീതിയിൽ തന്നെ ശത്രു പിന്നെയും വന്ന് കീഴടക്കി. അങ്ങനെയെങ്കിൽ നിന്റെ ബലഹീനതകളെ ശത്രു നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ ആ ബലഹീനതകളെ ബലപ്പെടുത്തുന്ന രാത്രിയായി തീരട്ടെ ഇന്നത്തെ രാത്രി. നിന്റെ ബലഹീനതകളെ പിന്നെയും ബലഹീനമാക്കിയല്ല ചെയ്യേണ്ടത്, മറിച്ച് അതിനെ അടയ്ക്കുവാൻ, അതിനെ ഉറപ്പാക്കുവാൻ, അതിനെ ശക്തീകരിക്കുവാൻ വേണ്ടി തയ്യാറാകണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ പരാജയപ്പെട്ട ബലഹീനതകളിൽ ഇനിയും അഭിരമിക്കുവാൻ പോകരുത്. പരാജയം സംഭവിച്ചത് ദൈവം അംഗീകരിച്ചു. നാം സോറി പറഞ്ഞപ്പോൾ, നാം ക്ഷമ ചോദിച്ചപ്പോൾ ദൈവം ക്ഷമിച്ചു. പക്ഷെ ഇനിയും ആ ബലഹീനതകളുമായി ഇരിക്കരുത്.
കാരണം സംഭവിച്ചത് ഇനിയും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ഇത്തവണ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ സർദീസ് എന്നേക്കുമായി കീഴടങ്ങിപ്പോയി. ഒരിക്കൽ അവർ ബലഹീനതയിൽ അവർ കീഴടക്കപ്പെട്ടു, പക്ഷേ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? ശത്രുക്കൾ അവരെ എന്നേക്കുമായി കീഴടക്കി വെച്ചു. യോഹന്നാന്റെ കാലഘട്ടത്തിലും സർദീസിന് പേരുണ്ട്, അതൊരു മനോഹരമായ രാജ്യമാ, അല്ലെങ്കിൽ മനോഹരമായ നഗരമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് എന്തില്ല? പ്രതാപം, പഴയ പ്രതാപമില്ല. പുറമേ നോക്കുമ്പോൾ അത് നല്ലൊരു നഗരമായി തോന്നുമെങ്കിലും അകത്ത് തകർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ പുറമേ മാത്രം നമ്മൾ ക്രിസ്ത്യാനികളായിരുന്നാൽ മാത്രം പോരാ, അകമേയും നാം ക്രിസ്ത്യാനികളായിരിക്കണം. പുറമേ നോക്കുമ്പോൾ പെന്തിക്കോസ്തുകാരൻ എന്നുള്ള പേരിനല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് അകത്തും ശക്തിയുള്ളവരായിരിക്കണം. പുറമേ ജീവനുള്ളവൻ എന്നുള്ള പേരിന് വേണ്ടിയല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, നാം ശക്തിയും ജീവനുമുള്ളവരായിരിക്കണം. സർദീസിന് പരാജയം സംഭവിച്ചു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നഹൂം 2:1 പറയുന്നുണ്ട്, ആ വാക്യം നിങ്ങൾക്കറിയാലോ, സംഹാരകൻ നിനക്കെതിരെ എന്ത് ചെയ്യുന്നു? വരുന്നു. അത് നിനവയോടുള്ള ദൂതാണ്. നിനവയും ഇതുപോലെ തന്നെ ചിന്തിച്ചൊരു നഗരമാണ്. നിനവ വളരെ ശക്തിയോടിരുന്ന കാലഘട്ടത്തിൽ BC 800-കളിൽ അല്ലെങ്കിൽ 700-കളിൽ ദൂതനിലൂടെ പറയാണ്, നഹൂമിലൂടെ ദൈവത്തിന്റെ പ്രവചനം വരികയാണ്, നിനവേ നീ നിന്റെ പാപം വിട്ട് മാറിക്കോ, കാര്യം സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നുണ്ട്, നീ നിന്റെ ദുഷ്ടത വിട്ട് മാറിക്കോ. നിന്നെ ഈ ചിന്തിക്കുമായിരിക്കും, നീ എല്ലാം കൊണ്ടും സുഭിക്ഷമായിരിക്കുന്നു, നിനക്ക് നല്ല കൊത്തളങ്ങളുണ്ട്, നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പാപത്തിൽ നീ അഭിരമിച്ചാൽ കാലതാമസിയാതെ സംഹാരകൻ നിന്നെ പിടിക്കും. പാപത്തിന്റെ പരിണത ഫലം സംഹാരമാണ്. എവിടെയൊക്കെ പാപം വർദ്ധിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പലതരത്തിലുള്ള സംഹാരങ്ങൾ ഉണ്ടാകാറുണ്ട്. സഭകളിൽ പാപം വർദ്ധിച്ചാൽ ആത്മീകമായ മരണങ്ങൾ വല്ലാതെ വർദ്ധിക്കും. ജഡത്തിലുള്ള മരണമല്ല ഞാൻ പറഞ്ഞത്, ആത്മീകമായ മരണങ്ങൾ സംഭവിക്കും. ആത്മീകമായ മരണം സംഭവിച്ചാൽ ചലനങ്ങൾ ഉണ്ടാകത്തില്ല. ചലിപ്പിക്കുവാൻ വേണ്ടി ജഡത്തിൽ എത്ര ശ്രമിച്ചാലും ഒരു ചലനവും ഉണ്ടാകത്തില്ല, കാരണം ആത്മീകമായി മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ നിനവയോട് ഈ ദൂത് പറഞ്ഞപ്പോൾ നിനവക്കാർക്ക് പുച്ഛം. നിനവക്കാർ വരുന്നു, ഇവന് വേറെ പണിയൊന്നുമില്ലേ, നീ നിന്റെ കാര്യം നോക്കിക്കോ എന്നുള്ള മട്ടിലിരുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട എന്ത് ചെയ്തോണം? കാത്തുകൊള്ളും. നമ്മൾ ഓരോരുത്തരും കോട്ടകൾ കാത്തുകൊള്ളുന്നവരായിരിക്കണം. നമ്മുടെ ഭവനത്തിന്റെ കോട്ടകൾ, നമ്മുടെ സഭയുടെ കോട്ടകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ കോട്ടകൾ, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ള ഓരോരുത്തരുടെയും കോട്ടകൾ കാത്തുകൊള്ളുന്നവരായിരിക്കണം. നമ്മൾ അലസതയോടെ ഒന്നിനെ സമീപിക്കരുത്. ഇന്നത്തേതിനെ നോക്കിക്കൊണ്ട് നാളെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ചിന്തിക്കരുത്. ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന ഒരു ലോകമാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നിനവ ചിന്തിച്ച് ഒരു കുഴപ്പവുമില്ല. അവിടെ പറയുന്നത്, നിന്റെ വഴി എന്ത് ചെയ്തോണം? സൂക്ഷിച്ചു നോക്കിക്കോണം. എത്ര ശക്തനായാലും എന്ത് ചെയ്യും? അടി തെറ്റിയാൽ വീഴും. വഴുവഴുപ്പുള്ള വഴിയിലൂടെ നടന്നിട്ട് ഞാൻ ശക്തനാന്ന് പറഞ്ഞാൽ ശ്രദ്ധ കുറയുമ്പോൾ എന്ത് ചെയ്യും? വീഴും. വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്നവൻ കുരുക്കിൽ പോയി വീഴും. ദൈവ കൽപ്പനയ്ക്ക് വിരോധമായുള്ള വഴികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. വഴി സൂക്ഷിച്ചോണം. നാം ഓരോരുത്തരും നമ്മുടെ വഴികൾ സൂക്ഷിച്ചോണം. വഴികൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമ്മളെ വീഴിക്കുവാൻ പോവുകയാണ്. നോക്കിക്കേ, ശിംശോൻ എത്ര ശക്തനായിരുന്നു. അവൻ ശക്തനായിരുന്നു, അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. അവൻ സിംഹത്തെ വലിച്ചീറിയവനാണ്. അവൻ തൻ്റെ തോളിൽ വലിയ തൂണുകൾ ചുമന്നവനാണ്. കുറുക്കന്മാരെ കൊണ്ട് ഫെലിസ്ത്യരുടെ ധാന്യങ്ങൾ നശിപ്പിച്ചവനാണ്. ഒരു പച്ച കഴുത താടിയൽ കൊണ്ട് അനേകരെ കൊന്നവനാണ്. പക്ഷേ തൻ്റെ വഴി സൂക്ഷിക്കുന്നതിൽ ഈ ശക്തൻ പരാജയപ്പെട്ടപ്പോൾ കാലക്രമേണ വഴികൾ അവനൊരു കുരുക്കായി തീർന്നു. അവൻ സഞ്ചരിച്ച വഴികൾ അബദ്ധ വഴികളായി തീർന്നപ്പോൾ അതവനെ നശിപ്പിക്കുവാനിടയായി തീർന്നു. ശക്തനായിരുന്നവൻ നിസ്സാരനായി പോയി. നിനക്ക് ശക്തി ഉണ്ടെന്ന് ചിന്തിച്ച്, എനിക്ക് ശക്തി ഉണ്ടെന്ന് ചിന്തിച്ച് ഏത് വഴിക്കും നടക്കുവാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. നമ്മുടെ വഴികൾ എല്ലായ്പ്പോഴും സൂക്ഷിച്ചുകൊള്ളണം. ഏത് വഴിക്കാണ് ഞാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊള്ളണം. അരുതാത്ത വഴികളിലൂടെ നടക്കരുത്. വഷളന്റെ വഴിയിലൂടെ നടക്കരുത്. വക്രതയുള്ള വഴികളിലൂടെ നടക്കരുത്. നീ വീഴും. നീ വീണാൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഒരുത്തൻ പോലും കാണത്തില്ല.
നീ ദൈവ വഴിയിൽ നിന്ന് അകലുമ്പോൾ തന്നെ മടങ്ങി വരുവാൻ തയ്യാറായാൽ ദൈവം നിന്നെ സംരക്ഷിക്കും. പക്ഷെ ദൈവത്തിൽ നകന്ന് നിന്റേതായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ, അബദ്ധ സഞ്ചാരങ്ങളിലൂടെ പോയാൽ നീ പിടിക്കപ്പെടും, നീ തകർക്കപ്പെടും, നീ ഒടുക്കപ്പെടും. നാം ഓരോരുത്തരും അത് സൂക്ഷിച്ചു കൊള്ളണം. നിനവയോട് പറഞ്ഞതാണെങ്കിൽ നമ്മളോട് കൂടെ ഉള്ള ദൂതാണത്. ഈ കാലഘട്ടങ്ങളിൽ അനേകർ തങ്ങൾക്ക് തോന്നുന്ന വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് അത് ശരിയാന്ന് സ്ഥാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ദൈവ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുവാൻ തയ്യാറാകണം. കാരണം ദൈവത്തിന്റെ വഴി ജീവൻ തരുന്ന വഴിയാണ്. എന്നാൽ മറ്റേ വഴിയോ മരണത്തിന്റെ വഴിയാണ്. മറ്റേതൊരു വഴിയും, ദൈവത്തെ കൂടാതുള്ള ഏതൊരു വഴിയും നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ പാതാളം നിനക്ക് വേണ്ടി കുഴി കുഴിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വഴികൾ നിന്നെ വല്ലാതെ വശീകരിക്കുന്നുണ്ടെങ്കിൽ ആ വഴികളോട് ഇന്ന് ഗുഡ് ബൈ പറയുവാൻ തയ്യാറാകണം. അരുതാത്ത വഴികളിലൂടെ സഞ്ചരിക്കരുത്. കുഴപ്പമില്ല, ഞാൻ ഇത്രയും സഞ്ചരിച്ചല്ലോ, ഇനിയും സഞ്ചരിച്ചാൽ എന്ത് പറ്റുമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ കയറരുത്. അത് അബദ്ധമാണ്, അത് അപകടമാണ്. വഴി സൂക്ഷിച്ചു കൊള്ളണം. അവിടെ പറയണ ആരെ എന്ത് ചെയ്തോണം? മുറുക്കിക്കോണം. നഹൂം 2:1 പറയണം, ആരെ മുറുക്കണം? ഒരുക്കമുള്ളവനായിരിക്കണം, എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കണം. അലസത മാറണം, ഒരുക്കമുണ്ടായിരിക്കണം. നിന്നെ തന്നെ എന്ത് ചെയ്തോണം? നല്ലവണ്ണം ശക്തീകരിക്കണം. പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ശക്തി പെടാന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് പ്രതിസന്ധികൾ വരുന്നതിന് മുമ്പേ ശക്തിയോടിരിക്കണം. കുഴഞ്ഞു പോകുവാൻ ഇടയാകരുത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അടുത്ത മാസം എനിക്കൊരു ബോക്സിംഗ് ഉണ്ടെങ്കിൽ, ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബോക്സിംഗ് മത്സരമുണ്ടെങ്കിൽ ഞാൻ അടുത്ത മാസം അന്നത്തെ ദിവസമല്ല ഒരുങ്ങേണ്ടത്, ശക്തീകരിക്കേണ്ടത്, മറിച്ച് അതിനുവേണ്ടി എനിക്ക് വെളി വന്ന അന്ന് മുതൽ എന്ത് ചെയ്തോണം? എന്നെ തന്നെ ശക്തീകരിക്കണം. എന്തൊക്കെ വർജിക്കണമോ അതിനെല്ലാം വർജിക്കുവാൻ തയ്യാറാകണം. എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യണമോ ആ പ്രാക്ടീസ് എല്ലാം തയ്യാറാകണം, അതെല്ലാം ചെയ്യണം. അങ്ങനെയെല്ലാം ചെയ്ത് തയ്യാറായി ചെന്നാലേ അവിടെ ഒരു വിന്നറാകുവാൻ കഴിയത്തുള്ളൂ. മറിച്ച് അലസതയോടെ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങാതെ, ശക്തീകരിക്കാതെ, ആവശ്യമായ ഭക്ഷണങ്ങൾ കഴിക്കാതെ, ഒരു ഉത്തരവാദിത്വമില്ലാതെ ഞാൻ അങ്ങനെ പോയാൽ ആ ബോക്സിംഗ് ദിവസത്തിൽ ഇടികൊണ്ട് ഞാൻ പഞ്ചറാകത്തേ ഉള്ളൂ. ഒരുങ്ങാതെ ഒരിടത്തും വിജയം നേടുവാൻ കഴിയത്തില്ലെങ്കിൽ, അതൊരു ലോകത്തിന്റെ തത്വമാണെങ്കിൽ ദൈവവും നമ്മളോട് പറയാണ്, ശക്തീകരിക്കണം, നിന്റേതിനെ ശക്തീകരിക്കണം, നിന്റെ ചാവാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്തോണം? ശക്തീകരിച്ചോണം. കാരണം ഏത് സമയവും ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ശക്തീകരിച്ചോണം. പഴയ ശക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, ഓരോ ദിനവും എന്ത് ചെയ്തോണം? ട്രെയിൻ ചെയ്തോണം, ശക്തീകരിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ശക്തിയില്ലാതെ, ഭക്തിയുടെ എന്തുണ്ട്? വേഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ശക്തിയെ എന്ത് ചെയ്യണം? ത്യജിക്കുന്നവരായിട്ട്. നാം ആ കൂട്ടത്തിലാണോ? ഞാൻ ആ കൂട്ടത്തിലാണോ? ഞാൻ ചോദിക്കേണ്ട ചോദ്യം അതാണ്. ഞാൻ ഭക്തിയുടെ വേഷമിട്ടുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഒരു ശക്തിയും ഇല്ലാതെ ഭോഗപ്രിയനായി നടക്കുന്നവനാണോ ഞാൻ? എങ്കിൽ ഞാൻ ജയിക്കത്തില്ല. ഞാൻ ജയിക്കത്തില്ല, 100% ഉറപ്പാ. ഞാൻ ജയിക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തരായി നിൽപ്പാൻ വേണ്ടി ഇവിടുള്ള ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശക്തിയുള്ളവരായിരിക്കണം. ശക്തിയുടെ ആ പ്രദർശനം നിങ്ങളിലൂടെ വെളിപ്പെട്ട് വരണം. മറ്റുള്ളവരെ പോലെ ഒരു പൊത്തുപൊരുത്ത ജീവിതമല്ല പോകേണ്ടത്, മറിച്ച് ശക്തിയുള്ളവനായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ശക്തരായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വാർദ്ധക്യമുള്ളവരും ശക്തരായിരിക്കണം. ദൈവത്തിന്റെ വചനത്താലും പ്രാർത്ഥനയാലും ഒക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് ശക്തീകരിച്ചുകൊണ്ടിരിക്കണം. വർജിക്കേണ്ടതിനെല്ലാം വർജിച്ചുകൊണ്ട് ശക്തീകരിക്കണം. ആത്മീകമായ മന്ന കഴിച്ചുകൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവൻ പരാജയപ്പെടത്തില്ല. പരാജയങ്ങളെ വിജയങ്ങളാക്കുവാൻ കഴിയും. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ദൈവത്തിലേക്ക് നോക്കുവാനിടയാം. കാരണം അവർ ശക്തിപ്പെട്ടവരാണ്. ശക്തിപ്പെടേണ്ട ദിനങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. പലയിടത്തും ശക്തി ക്ഷയിച്ച് പലരും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പോർക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്. പാട്ടുകാരൻ പറയുന്ന പോലെ, എന്നിലും ശക്തർ, എന്നിലും ഭക്തർ, വീണ് തകർന്ന ഒരു പോർക്കളത്തിൽ ഞാനുമായിരിക്കുക. അപ്പോൾ ദൈവത്തിന്റെ കൃപയെ നിസ്സാരമായി കരുതാതെ അതിന്റെ വിലയെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തോണം? ശക്തിയോടെ നിൽക്കുവാൻ വേണ്ടി തയ്യാറാകണം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടുകൾ കഴിഞ്ഞതേ ഉള്ളൂ, എങ്കിലും
നമ്മുടെ വചനത്തിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയാണ് സഭയുടെ ദൂതന് എഴുതുക, സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. സർദീസിലെ സഭയുടെ ദൂതന് ഈ ചരിത്രമൊക്കെ അറിയാം, സർദീസിന്റെ ചരിത്രം അറിയാം. അതേ ഒരു അനുഭവത്തിലേക്ക് നീ പോകരുത്. ഇന്നും അതാണ്. നമുക്ക് പല ചരിത്രങ്ങൾ അറിയാമെങ്കിലും ആ ചരിത്രങ്ങളൊക്കെ നമ്മുടെ അറിവുകളായി മാത്രമേ ഇരിക്കുന്നുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തലുകൾ വരുത്തുവാൻ തയ്യാറാകുന്നില്ല. പലരും തകരുന്നത് നാം കണ്ടിട്ട് അതിൻ്റെ ചരിത്രമൊക്കെ നന്നായി പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ കുറ്റം വരുമ്പോഴും നാം അതിനെക്കുറിച്ച് തിരിച്ചറിയാതെ, ചരിത്രമുള്ളിലുണ്ടെങ്കിലും നാമം തകർച്ചയിലേക്ക് പോവാന്ന് തിരിച്ചറിയാതെ നാമം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം പറയാണ്, നീ അറിഞ്ഞ ചരിത്രം നിന്റെ ജീവിതത്തിൽ ഗുണപാഠമായി തീരണം. പലരും തകർന്നത് കണ്ട് നാമും കണ്ടതാണ്. എന്നാൽ അവർ പോയ അതേ വഴികളിലൂടെ അല്ലെങ്കിൽ അതേ തകർച്ചയിലൂടെ നാമും പോകുമ്പോൾ തിരിച്ചറിവില്ലാതാകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പോഷത്വം. തിരിച്ചറിയണം, നാം തകരുവാൻ വേണ്ടിയുള്ളവരല്ല. അപ്പോൾ സർദീസിലെ സഭയുടെ ദൂതനോട് പറയാം, നിനക്കറിയത്തില്ലേ സർദീസ് എങ്ങനെ തകർന്നു പോയെന്ന്? അതേ അവസ്ഥയിൽ നീയും കിടക്കുക. ഇവിടെ പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. നമുക്ക് ആരെ വേണമെങ്കിലും മറയ്ക്കാം, നമുക്ക് ആരെ വേണമെങ്കിലും മറയ്ക്കാം, പക്ഷെ ദൈവത്തെ മറയ്ക്കുവാൻ കഴിയത്തില്ല. എനിക്ക് ആരെ വേണമെങ്കിലും മറയ്ക്കാം. എന്നോട് ഇത് ദൈവാത്മാവ് വ്യക്തമായി ഇടപെട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാം, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇരുട്ടിലിരിക്കുന്ന വെളിച്ചത്ത് വരുമെന്ന്. എന്നോട് പറഞ്ഞ കേട്ടോ, നിങ്ങളോട് ആരോടും പറഞ്ഞൊന്നുമല്ല, എന്നോട് പറഞ്ഞാണ്. ആ രാത്രിയിൽ കിടക്കുമ്പോൾ ഇത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ ശബ്ദം കേട്ട് ഇരുട്ടിലിരിക്കുന്ന എന്ത് ചെയ്യും? വെളിച്ചത്ത് വരും. ഒന്നും മറയായിരിക്കത്തില്ലെന്ന്. കാരണം ദൈവത്തിനൊന്നും മറയായിരിക്കുന്നില്ല. ദൈവം സകലതും കാണുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളെ അവൻ തൂക്കി നോക്കുന്നു. ബാബേൽ രാജാവിനോട് പറഞ്ഞ പോലെ, മേനെ മേനെ തെക്കൽ ഊഫർസിൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവുള്ളതായി കണ്ടെന്ന് നിന്നെ ഞാൻ എടുത്ത് കളയുവാതെ. നമ്മുടെ പ്രവൃത്തികളെ ദൈവം കാണുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം എപ്പോഴും വേണം. നമുക്ക് വേണമെങ്കിൽ ആരെയും മറച്ചു വെക്കാം. പാസ്റ്ററെ മറയ്ക്കാം, കൂട്ടുവിശ്വാസിയെ മറയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരനെ മറയ്ക്കാം, വീട്ടിലുള്ളവരെ മറയ്ക്കാം, ആരെയും മറയ്ക്കാം. പക്ഷെ സകലതും കാണുന്നൊരു കണ്ണുണ്ട്. അത് അഗ്നിജാലിക്കൊത്ത കണ്ണാണ്, അതിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയത്തോടെ ദൈവത്തെ സേവിച്ചോണം. ഓ ഹല്ലേലൂയ! ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത് എപ്പോഴും ഓർത്തോണം. ഭയത്തോടെ അവന്റെ സന്നിധിയിൽ വരുവാൻ തയ്യാറാകണം. ഈ ഭയം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാൻ തയ്യാറാകണം. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. സകല ജഡത്തെയും ദൈവം ന്യായം വിധിക്കും. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലവും കിട്ടും. ഇവിടെ നമുക്ക് പലരെയും പറ്റിച്ച് പ്രതിഫലങ്ങൾ നേടുവാൻ കഴിയുമായിരിക്കാം, പക്ഷെ ദൈവത്തെ മറച്ചു വയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. പുറമെ ഒന്ന് കാണിച്ചുകൊണ്ട് അനേകരിൽ നിന്ന് പ്രതിഫലങ്ങൾ നേടിയതുകൊണ്ട് ഞാനൊന്നും ശ്രേഷ്ഠനാകത്തില്ല. മറിച്ച് എന്നെ കാണുന്നൊരു കണ്ണുണ്ട്. ഞാൻ ഏത് പാതാളത്തിന്റെ അടിത്തട്ടിൽ പോയിരുന്നാലും എന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. എന്റെ പ്രവൃത്തികളെ അറിയുന്ന ഒരു കണ്ണുണ്ട്. ആ കണ്ണിന്റെ മുമ്പിൽ ഭയഭക്തിയോടെ ഞാൻ ചെല്ലുവാൻ തയ്യാറാകണം. എന്റെ സ്വഭാവങ്ങളെ ത്യജിക്കേണ്ടതിനെ ത്യജിക്കുവാൻ തയ്യാറാകണം. ഓ, ഇരുട്ടിൽ പ്രവർത്തിക്കുന്നത് മാറ്റിവെക്കുവാൻ തയ്യാറാകണം. ആരും കാണുന്നില്ലെന്ന് വെച്ച് ചെയ്യുന്ന പ്രവൃത്തികളെ മാറ്റിവെക്കുവാൻ തയ്യാറാകണം. എന്റെ പ്രവൃത്തി ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളെ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ അതാ കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിനക്ക് എന്താ പേര്? ജീവനുള്ളവനെന്നാ നിനക്ക് പേര്. പക്ഷെ നീ എന്ത് ചെയ്തിരിക്കുക? നീ മരിച്ചവനാകുന്നു. അതായത് നിന്നിൽ ഒരു പ്രവൃത്തിയും ഇല്ല. മരിച്ചവൻ എന്ത് ചെയ്യുന്നില്ല? ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ആത്മീകമായുള്ള പ്രവർത്തികൾ വെളിപ്പെട്ടു വരാതെ അതിൻ്റെ വേഷം മാത്രമേ ഉള്ളെങ്കിൽ, ജീവിതത്തിൽ പറയുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണുന്നില്ലെങ്കിൽ തിരിച്ചറിയുക, വെറും മരിച്ചവനാണ് നമ്മൾ ഓരോരുത്തരും. നാം പലതും പറയുന്നുണ്ട്, ഞാൻ പലതും പറയുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഞാൻ മരിച്ചവനാ. മരിച്ചവന്റെ ശബ്ദത്തിന് ദൈവസന്നിധിയിൽ വിലയില്ല. മരിച്ചവനെ ആരും കേൾക്കാറുമില്ല. മരിച്ചവനെ കേട്ടത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മരിച്ചവരാണോ? നമ്മൾ വാക്കിൽ മാത്രമേ ജീവനുള്ളോ?
പ്രവൃത്തിയിൽ മരിച്ചവരാണോ? ഈ രാത്രിയിൽ ചോദിക്കണം, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ മരിച്ചവനെ പോലെ നാറ്റം വയ്ക്കുന്ന പ്രവൃത്തികളാണോ? ഞാൻ പറയുന്നതൊക്കെ സുഗന്ധമുള്ള കാര്യമാ, പക്ഷെ എൻ്റെ പ്രവൃത്തിയൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാറ്റം വെപ്പിക്കുന്ന അനുഭവമാണോ? ഞാൻ ചോദിക്കണം, ഈ പ്രസംഗിക്കുന്ന ഞാൻ ചോദിക്കണം, ഞാൻ വലിയ ഘോരമായി ഇവിടെ നിന്ന് പുൾപിറ്റിൽ നിന്ന് പ്രസംഗിച്ചിട്ട് എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് നാറ്റമാണെങ്കിൽ എന്നെ പോലെ നികൃഷ്ടനായവൻ ആരുമില്ല. ഞാൻ ഇത്രയും ഘോരം പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ സഹിച്ചുകൂടാത്ത വണ്ണം നാറ്റമാണ് വരുത്തുന്നതെങ്കിൽ, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മൂക്ക് പൊത്തുവാനാണ് തോന്നുന്നതെങ്കിൽ, എന്നെ കാണുമ്പോൾ കണ്ണുകൾ അടച്ച് ഓടുവാനാണ് തോന്നുന്നതെങ്കിൽ, നാറ്റം പിടിച്ച വരുന്നുണ്ട്, ഇവൻ എൻ്റെ വീട്ടിൽ നാറ്റമാകും, എൻ്റെ ജീവിതത്തിൽ നാറ്റമാകുമെന്ന് നിങ്ങൾക്ക് പറയുവാൻ തോന്നുന്നെങ്കിൽ, എൻ്റെ ജീവിതം പോലെ നികൃഷ്ടമായ ഒരു ജീവിതമില്ല. അതുകൊണ്ട് തന്നെ നാം പ്രവൃത്തിയിലും ജീവനുള്ളവരായിരിക്കണം. വാക്കിൽ ജീവൻ പറയുവാൻ ആർക്കും കഴിയും, പക്ഷെ പ്രവൃത്തിയിൽ ജീവനുള്ളവരായിരിക്കും. സഭയെ ദൈവം ആഗ്രഹിക്കുന്നു, നീ ഉണരണം, നീ മരിച്ച അനുഭവങ്ങളൊക്കെ മാറ്റണം. നാറ്റം വരുത്തുവാൻ വേണ്ടിയല്ല ദൈവം സഭയെ കണ്ടിരിക്കുന്നത്. ദേശത്ത് നാറ്റ കേസായി തീരുവാനല്ല, മറിച്ച് സുഗന്ധമായി തീരണം. ദൈവത്തിന്റെ സുഗന്ധമായി തീരണം. പരിമള തൈലം പോലെ സുഗന്ധം വരുത്താൻ കഴിയണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പറയുകയാണ്, നാം ഓരോരുത്തരും സുഗന്ധം പരത്തുന്നവരായിരിക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ ഈ ദേശം പറയണം, ഇവിടെ ജീവനുള്ളവരുടെ സഭയാത്. അവിടെ ചെന്നാൽ ജീവന്റെ അനുഭവങ്ങൾ ഉണ്ടാകും, അവിടെ ചെന്നാൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകും, അവിടെ ചെന്നാൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നാറ്റമല്ല സംഭവിക്കുന്നത്, അവിടെ സുഗന്ധമാണ്, സുഗന്ധമാണ്, സുഗന്ധമാണ്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെ കുറിച്ചും മറ്റുള്ളവർ പറയണം, ഞാൻ അവളുടെ അടുക്കൽ, അവന്റെ അടുക്കൽ ചെന്നാൽ അവൻ എൻ്റെ ജീവിതത്തിൽ സുഗന്ധം പരത്തുമെന്ന്. അവന്റെ പ്രവൃത്തിയിലൂടെ സുഗന്ധമാണ് വരുവാൻ പോകുന്നത്. നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സുഗന്ധം പകരുന്ന അനുഭവങ്ങളാണോ? പെർഫ്യൂം കുറെ അടിച്ചത് കൊണ്ട് സുഗന്ധമാകത്തില്ല. ഞാൻ ഈ പെർഫ്യൂം എന്ന് പറയുന്നത് നിങ്ങൾ ആ പെർഫ്യൂം എന്നുള്ള രീതിയിൽ എടുക്കരുത്, മറിച്ച് ഞാനൊരു ഇതായിട്ട് പറഞ്ഞതാണ്, നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. പെർഫ്യൂം കുറെ അടിച്ചത് കൊണ്ട് ശവശരീരത്തിന്റെ അനുഭവത്തിനൊന്നും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ഉള്ളിൽ ജീവനില്ലാത്തതിൻ്റെ മേൽ എത്ര പെർഫ്യൂം അടിച്ചാലും ആ പെർഫ്യൂമിന്റെ മണത്തെ എന്ത് ചെയ്യും? ഈ നാറ്റം മറികടക്കും. അല്പം കഴിയുമ്പോൾ മറികടക്കും. ഇന്ന് പലരും ചെയ്യുന്ന പരിപാടി അതാ. ഇന്ന് പലരും ബെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞുകൊണ്ട് പെർഫ്യൂം അടിക്കുകയാണ്. പക്ഷേ അല്പം കഴിയുമ്പോൾ നാട്ടുകാർ പറയും, എന്തൊരു നാറ്റമായി ഇവനെ കൊണ്ട്, എബിസിനെ കൊണ്ട് എന്തൊരു നാറ്റമാണെന്ന് നാട്ടുകാർ പറഞ്ഞ എബിസിനെ പോലെ, അല്ലെങ്കിൽ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന എന്നെ പോലെ ഒരു നാറ്റക്കേസ് വേറെ ആരായിരിക്കും? ഞാൻ വലിയ പെർഫ്യൂമൊക്കെ അടിച്ച് ചെല്ലുന്നത്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെർഫ്യൂം ആക്കി ചെല്ലുകയാണ്. പക്ഷെ ആളുകൾ പറയും, ഇവനെ ഞങ്ങൾക്ക് അറിയാമല്ലോ, ഇവന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്കറിയാം, ഇവൻ എന്താ ചെയ്യുന്നതെന്നും ഞങ്ങൾക്കറിയാം. ഇവൻ എന്തൊരു നാറ്റമാ, ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഇവനോട് കൂട്ടുകൂടുവാൻ കൊള്ളത്തില്ല, ഇവൻ സംസാരിച്ചാൽ മുഴുവൻ നാറ്റമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രസംഗം എത്ര വ്യർത്ഥമാ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുവാൻ വേണ്ടി, ഞാൻ എന്നെ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ചിന്തിക്കാൻ വേണ്ടി, നിങ്ങളോട് ഞാൻ നേരിട്ട് പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഞാൻ എത്ര നാറ്റമാ. നമ്മൾ നാറ്റം കൊടുക്കുന്നവരാണോ? നമ്മൾ മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്നതാണോ? ഒരു മരിച്ച ശരീരത്തിന്റെ കൂടെ കിടന്നാൽ ആ മരിച്ച ശരീരത്തിൽ നിന്ന് പുഴുക്കൾ മറ്റു ശരീരങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങും. കാരണം അതിൻ്റെ അകത്ത് പുഴുക്കളേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളം മറ്റുള്ളവരെ നാറ്റം പിടിപ്പിക്കും. അങ്ങനെയെങ്കിൽ മരിച്ചവനാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ പറയാണ്, ശക്തി പ്രാപിച്ചോണം. മരിച്ച അനുഭവങ്ങൾക്കൊക്കെ മാറ്റം വരുത്തണം. എവിടെയൊക്കെയോ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഇന്ന് ശക്തി പ്രാപിച്ചോണം. ദൈവമേ, ഞാൻ തിരിച്ചറിയുന്നു, ഇവിടെയൊക്കെ ഞാൻ നാറ്റമായി കിടക്കുകയാണ്. എൻ്റെ ആ നാറ്റം പിടിച്ച അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി നിന്റെ പുത്രനിലൂടെ ശക്തിയെ പ്രവഹിക്കണമെന്ന് പറയണം. എത്ര മരിച്ചു നാറ്റം വെച്ചതിനെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ, സമർപ്പിക്കുവാൻ തയ്യാറായാൽ, വിശ്വാസത്തോടെ ചെല്ലുവാൻ തയ്യാറായാൽ, അനുതാപത്തോടെ ചെല്ലുവാൻ തയ്യാറായാൽ, മാനസാന്തരത്തോടെ ചെല്ലുവാൻ തയ്യാറായാൽ, നാറ്റങ്ങളെ സുഗന്ധമാക്കി തീർക്കുവാൻ, ജീവനുള്ളതാക്കി തീർക്കുവാൻ യേശു മതിയായവനാണ്. യേശു മതിയായവനാണ്. യേശു അത് തെളിയിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്.
ലാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുമ്പോൾ നാറ്റം വെച്ചിരിക്കുന്നതിനെയും യേശു ജീവനുള്ളതാക്കി തീർത്തു. അത് സുഗന്ധമായി തീർന്നു. അത് അനേകർക്ക് പ്രതീക്ഷയ്ക്ക് കാരണമായി തീർന്നെങ്കിൽ ഇന്ന് നാറ്റം വയ്ക്കുന്ന അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, മരിച്ചിരിക്കുന്ന അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ വീശുക, വീശുക, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി വീശിക്കൊണ്ട് എന്നെ ജീവനുള്ളതാക്കി തീർക്കണം. ജീവന്റെ തുടിപ്പുകൾ വേണം എന്നിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും സഭക്കാർക്കും ഞാൻ ജീവനുള്ളതായി തീരണം. ഞാൻ തൊട്ടാൽ ജീവൻ ചലിക്കണം. ഞാൻ തൊട്ടാൽ മരണമല്ല ചലിക്കേണ്ടത്. ഞാൻ തൊട്ടാൽ നാറ്റമല്ല വ്യാപിക്കേണ്ടത്. മറിച്ച് ജീവൻ, 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 സമൃദ്ധിയായ ജീവൻ ഉണ്ടായി വരണം. നീ ഒരിടത്ത് എന്നാൽ അവിടെ ജീവൻ ഉണ്ടാകണം. പ്രതീക്ഷയറ്റവന്റെ അടുക്കൽ നീ ചെന്നാൽ അവന് പ്രതീക്ഷ ഉണ്ടായി വരണം. നിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, നിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ അവൻ ദൈവത്തിന്റെ ജീവൻ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? സമൂഹം എങ്ങനെയാണ് നമ്മളെ കാണുന്നത്? നമ്മളെ കാണുമ്പോൾ അവർക്ക് ഉള്ള പ്രത്യാശയോടെ പോവുകയാണോ? യേശുവിലുള്ള ഉള്ള വിശ്വാസം കൂടെ പോവുകയാണോ? ചില സമയത്ത് പലരും പറയുന്നു, ഞാനും കേട്ടിട്ടുണ്ട്, നിങ്ങൾ അന്യഭാഷ പറയുന്നു, ഞങ്ങൾ മന്ത്രം പറയുന്നു. എന്താ വ്യത്യാസം? നിങ്ങളെക്കാട്ടിലും ഭേദമാണ് ഞങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു, കൈയടിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ വേറെ രീതിയിൽ ആരാധിക്കുന്നു. എന്താ വ്യത്യാസം? പുറത്തു വരുമ്പോൾ ഞങ്ങളും നിങ്ങളും ഒരുപോലല്ലേ? ഈ സർദീസിലെ സഭയുടെയും പ്രശ്നം അതായിരുന്നു. അവിടെ എല്ലാ ഇമ്മോറാലിറ്റിയും, സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ടായി. അവിടെ ഐഡൽ വർഷിപ്പ് ഉണ്ടായി. അവർ ദൈവത്തിന്റെ സഭയെന്ന് പേരേ ഉള്ളൂ, പക്ഷേ മരിച്ചവരായി പോയി. കർത്താവ് ആഗ്രഹിക്കണം, നീ ജീവനുള്ളതായി തീരണം. നീ ജീവനുള്ളതായി തീരണം. നിന്റെ പ്രവൃത്തി എന്താണ്? നീ എങ്കിലും നീ മരിച്ചവനാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തോണം? ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ, നീ ചത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നീ തീർച്ചയായിട്ടും ഇല്ലാതെ പോകും. അതിനു മുമ്പ് എന്ത് ചെയ്തോണം? ചാവാറായ ശേഷിപ്പുകളെ, അല്പം നിനക്കുണ്ട്, അതിനെ ജീവൻ വെപ്പിച്ചോണം, ചലിപ്പിച്ചു തുടങ്ങിക്കോണം. ദൈവം തന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ആ മടങ്ങി വരുന്നവനെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. ഞാൻ മുമ്പ് ശിംശോന്റെ കാര്യം പറഞ്ഞു. പക്ഷെ ശിംശോന് മുടി വളർന്നു വന്നപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, ദൈവമേ എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചപ്പോൾ കരുണാമയനായ ദൈവം അവന് ശക്തി കൊടുത്തെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയാണ്, പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ മേലും ശക്തി പകരുവാൻ ദൈവം മതിയായവനാണ്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാൻ തയ്യാറാകുക. നിന്റെ പ്രവർത്തികൾ കൊണ്ട്, എന്റെ പ്രവർത്തികൾ കൊണ്ട് ചത്തുകൊണ്ടിരിക്കുന്നതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിന്റെ പ്രവർത്തികളാൽ ജീവിപ്പിക്കുക. നാം വിളിക്കപ്പെട്ടത് നമ്മുടെ പ്രവർത്തികളിൽ പിന്നെയും തുടരുവാൻ വേണ്ടിയല്ല. സർദീസിലെ സഭ അതാണ്. തുടക്കമൊക്കെ നല്ലതായിരുന്നു, പക്ഷെ പിന്നീട് അവർ എന്ത് ചെയ്യുകയാണ്? ട്രാക്ക് മാറ്റി അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അവരുടെ ഇടയിൽ വഴക്കുണ്ട്, അവരുടെ ഇടയിൽ ഐഡൽ വർഷിപ്പ് ഉണ്ട്, അവരുടെ ഇടയിൽ സെക്ഷൽ ഇമ്മോറാലിറ്റി ഉണ്ട്, അവരുടെ ഇടയിൽ കലഹങ്ങളുണ്ട്, അവരുടെ ഇടയിൽ പലതും കടന്നു നുഴഞ്ഞു കയറുവാൻ തുടങ്ങി. അതിനെയൊന്നും അവർ ഗൗനിച്ചില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ആത്മീകമായ മരണം സംഭവിച്ചുകൊണ്ടിരുന്നു. ഭൗതികമായി അല്പസ്വല്പമൊക്കെ ഉയർന്നിരുന്നെങ്കിലും ആത്മീകമായ മരണം സംഭവിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ അവിടെ വെളിപ്പെട്ടു വന്നില്ല. ഇന്നെന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടാതെ വണ്ണം നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന്റെ പ്രവർത്തികളെ അകറ്റുന്നു. ദൈവം പറയുന്നുണ്ട്, ഞാനല്ല, നിങ്ങളുടെ പ്രവർത്തികൾ തന്നെയാണ് എന്നെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അവനെ കണ്ടെത്താവുന്ന കാലത്ത് എന്ത് ചെയ്തോണം? കണ്ടെത്തിക്കോണം. അന്വേഷിക്കാൻ വേണ്ടിയുള്ള കാലമാണിത്. അന്വേഷിച്ചോണം. ഇനിയും ഞാൻ ഇങ്ങനെ പൊക്കോളാം, എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കാലത്തിന്റെ കുത്തൊഴുക്ക് വരുമ്പോൾ നീ ഇവിടുന്ന് അപ്രത്യക്ഷിതമായി പോകും. നീ ഇവിടെ ഒന്നും പ്രാപിച്ചില്ല, അവിടെ ഒന്നും പ്രാപിക്കാതെ പോകാതിരിക്കാൻ വേണ്ടി ഇന്ന് രാത്രി ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ദൈവം ഉപദേശിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ്. നമുക്ക് ബുദ്ധിമാന്മാരായി തീരാം. ഹല്ലേലൂയ. ബുദ്ധിമാന്മാരായി തീരുവാൻ ഇടയാകട്ടെ. ഇവിടെ പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണതയുള്ളതായി കാണുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയില്ലെങ്കിൽ ആരുടെ മുമ്പിൽ പൂർണ്ണതയുണ്ടെങ്കിലും കാര്യമില്ല. മനുഷ്യൻ നിന്നെ പൂർണ്ണതയുള്ളവനായി കണ്ടില്ലെങ്കിലും ദൈവം നിന്നെ പൂർണ്ണതയുള്ളതായി കണ്ടതെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം സകല സാക്ഷ്യത്തെക്കാൾ വലുതാണ്.
ദൈവത്താലും മനുഷ്യരാലും സാക്ഷ്യം പ്രാപിക്കുക എന്നുള്ളത് വലിയ കാര്യമാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കണം. ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കണം. നമ്മുടെ ഉള്ളിൽ ആ സാക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മൾ ആ സാക്ഷ്യം പ്രാപിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. ദൈവത്തിന്റെ സാക്ഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ പോവുകയാണ്. കുഴപ്പമില്ല, ഒരു പൊത്തുപുരത്ത രീതികളിൽ പോവുകയാണ്. പക്ഷെ ദൈവത്തിന്റെ സാക്ഷ്യം നമ്മളിൽ നിന്ന് പോവുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണതയുള്ള സമയം പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ദൈവം നമുക്ക് തന്നതിനെ എന്ത് ചെയ്തോണം? നാം കേട്ടല്ലോ, നിരവധി പ്രസംഗങ്ങൾ കേട്ടവരാണ് നാം. മാനസാന്തരത്തിന്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടവരാണ് നാം. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിൽക്കുവാൻ വേണ്ടിയുള്ള നിരവധി പ്രസംഗങ്ങൾ കേട്ടവരാണ് നാം. ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ വ്യക്തമായി എഴുതപ്പെട്ട് കിട്ടിയിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി സകല പുസ്തകങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കെ നാം പഴയതിലേക്ക് പോകാതെ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് ആ കിട്ടിയതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരവേണ്ടി സഭ തയ്യാറാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്നാണ് അതിന്റെ ദിവസം. മടങ്ങി വരുവാൻ ഓരോ വ്യക്തികളും തയ്യാറാകണം. നിങ്ങൾ മറ്റാരെയും നോക്കണ്ട, നിങ്ങളെ തന്നെ നോക്കുക. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവനിങ്ങനാണല്ലോ ഇവളിങ്ങനെയാണല്ലോ, ഞാൻ പിന്നെ ഇങ്ങനെ ആയാൽ എന്താ കുഴപ്പമെന്നല്ല ചോദിക്കേണ്ടത്. മറിച്ച് വ്യക്തിപരമായി ചിന്തിക്കണം. എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ആ പുണ്യാക രക്തത്തെ അപമാനിക്കുന്നവനോ അപമാനിക്കുന്നവളോ ആയി തീരുവാനല്ല ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് അതിനെ ബഹുമാനിച്ചുകൊണ്ട് കിട്ടിയതിൽ മടങ്ങി വരുവാൻ തയ്യാറാകണം, മടങ്ങി വരുവാൻ തയ്യാറാകണം. നീ പ്രാപിച്ചതാണ്, നീ പലരിൽ നിന്ന് പ്രാപിച്ചു, നീ കേട്ടതാണ്, നീ പലരിലൂടെ കേട്ടതാണ്. എന്നിട്ടും മുന്നറിയിപ്പുകളെ അവഗണിച്ചു കൊണ്ടുപോയാൽ, മുന്നറിയിപ്പുകളെ അവഗണിച്ചവനൊന്നും നിലനിന്ന ചരിത്രം ഇല്ല. ടൈറ്റാനിക് എന്ന കപ്പൽ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് വളരെ ശക്തരാണെന്ന് ചിന്തിച്ചു പോയപ്പോൾ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന് കടലിന്റെ ആഴികളിലേക്ക് ഇറങ്ങിപ്പോയി. ഇന്നും ചരിത്രത്തിൽ അതൊരു അവശേഷിപ്പ് മാത്രമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് വിളിച്ചു പറയുന്നത്, മനുഷ്യന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചവർ തകർന്നു പോയെങ്കിൽ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർ എത്രമാത്രം തകരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം പ്രാപിച്ചതിലേക്ക് മടങ്ങി വരണം. ഈ രക്ഷ സൗജന്യമായി തന്നതാന്ന് വിചാരിച്ച് ഇതിനെ നിസ്സാരമായി കരുതരുത്. ദൈവത്തിന്റെ കൃപയെ നിസ്സാരമായി കരുതരുത്. ദൈവം നിന്നോട് കൃപ കാണിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കരുതരുത്. മറിച്ച് അതിന്റെ വില തിരിച്ചറിഞ്ഞോണം. യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ തകർത്തുകൊണ്ടാണ് ഈ രക്ഷ നിനക്ക് സാധ്യമാക്കി തന്നത്. യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ തകർത്തുകൊണ്ടാണ് ഈ കൃപ നിനക്ക് സാധ്യമാക്കി തന്നത്, എനിക്ക് സാധ്യമാക്കി തന്നത്. അങ്ങനെയെങ്കിൽ അതിനെ തുച്ഛീകരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകരുത്. മറിച്ച് ക്രിസ്തുവിന് വേണ്ടിയുള്ളവരായിരിക്കണം നാം. അതിന്റെ ഒത്തിരി വ്യാഖ്യാനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊന്നും പോകാതെ പെട്ടെന്ന് നിർത്തുകയാണ്. ഇവിടെ പറയാണ്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ. അപ്പോൾ അനേകർ എന്ത് ചെയ്യാണ്? ഉടുപ്പ് മലിനമാക്കിയിരിക്കുന്ന കാലത്തും ചിലരൊക്കെ ഉടുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട്. ഈ ഉടുപ്പ് സൂക്ഷിക്കുന്നുണ്ടോ? നാം ഉടുപ്പ് സൂക്ഷിക്കുന്നുണ്ടോ? നാം ഈ ഇടുന്ന വെള്ള വസ്ത്രമല്ല ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നുണ്ടോ? ദൈവത്തോടുള്ള വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നുണ്ടോ? ദൈവത്തോടുള്ള വിശ്വസ്തയിൽ സൂക്ഷിക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഓ, ദൈവം വിശുദ്ധനാകിയാൽ നാമും എന്ത് ചെയ്യണം? വിശുദ്ധരാകണം. നാമും വിശുദ്ധരാകണം. നാം വിശുദ്ധരാകണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. നമ്മുടെ ഉടുപ്പ് സൂക്ഷിക്കണം, നമ്മുടെ ഉടുപ്പ് സൂക്ഷിക്കണം. നമ്മുടെ ഉടുപ്പ് എന്ത് ചെയ്യരുത്? മലിനമാകരുത്. എവിടെങ്കിലും മാലിന്യങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പാട്ടുകാരൻ പറയുന്ന പോലെ ശുദ്ധിക്കായി എന്ത് ചെയ്യ്? യേശു സമീപവാ, യേശു സമീപവാ. കുളിക്കവന്റെ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ അവൻ പൂർണ്ണമായും നിന്നെ ശുദ്ധീകരിക്കും. ഇനി ആ കറകൾ വെച്ചുകൊണ്ടിരിക്കരുത്. കറകൾ നിന്നെ വികൃതമാക്കുന്നതിന് മുമ്പ് കറകൾ മായ്ച്ചു കളയുന്ന യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു പോവാ. മടങ്ങി വന്നാൽ നിന്റെ ഉടുപ്പിനെ വെണ്മയാക്കി തീർക്കും. ഏത് കറയെയും വെണ്മയാക്കി തീർക്കുവാൻ കഴിയുന്ന ആ ശക്തിയുള്ള രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് മടങ്ങി വാ. അപ്പോൾ ഇവിടെ സർദീസിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചിലരൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് മാനിക്കുവാൻ പോവുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും അത് തന്നെ പറയാണ്. എന്ത് ചെയ്യാണ്? എങ്കിലും
ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. വെള്ള ധരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വെള്ളയെ ഉദ്ദേശിച്ചല്ല, ഈ വെള്ള ഉടുപ്പ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നതല്ല അവിടെ ഉദ്ദേശിച്ചത്. മറിച്ച് റോമൻ കാലഘട്ടത്തിൽ, റോമൻ കൾച്ചറിൽ അധികാരത്തെ അല്ലെങ്കിൽ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് വെള്ള. ഒരു ജനറൽ ഒരു യുദ്ധത്തിന് പോയി ജയിച്ചു വരുമ്പോൾ ആ ജനറലിനോട് കൂടെ ചേർന്ന് വിജയത്തിൽ പങ്കാളികളാകുന്നവർ വെള്ള ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നടക്കും. ബാക്കിയുള്ളവർക്ക് അവരുടെ കൂടെ നടക്കുവാൻ കഴിയത്തില്ല. വെള്ള ധരിച്ചവന് മാത്രമേ നടക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ കർത്താവ് പറയാണ്, നീ എനിക്ക് വേണ്ടി നിന്നാൽ നിന്നെ ഞാൻ എന്നോടുകൂടെ ആ ജയോത്സവത്തിൽ പങ്കാളിയാക്കുവാൻ പോകുകയാണ്. ജയോത്സവത്തിൽ, കർത്താവിന്റെ ജയോത്സവത്തിൽ നിന്നെയും പങ്കാളിയാക്കുവാൻ കർത്താവ് പദ്ധതി ഇട്ടിരിക്കെ നീ അതിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഉടുപ്പ് മലിനമാക്കിക്കൊണ്ട് മാറിപ്പോകരുത്. നീ ജയിച്ചവന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുവാൻ തയ്യാറാകണം. നീ തോറ്റവന്റെ കൂടെ പോകരുത്. തോറ്റവൻ നിന്നെ വശീകരിക്കരുത്. ലോകം നിന്നെ വശീകരിക്കരുത്. ലോകം നിന്നെ വശീകരിക്കരുത്. ലോകം നിന്നെ വശീകരിക്കുന്നത് നിന്നെ തകർക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ യേശുവിനോട് കൂടെ നടക്കുവാൻ തയ്യാറായാൽ നീ ജയിച്ചവനായി തീരുവാൻ പോകുകയാണ്. ഇവിടെ പറയാണ്, എന്നോട് കൂടെ നടക്കും. കർത്താവിനോട് കൂടെ നീ നടന്നാൽ നീ ജയാളിയാണ്. നിന്നെ തോൽപ്പിക്കുവാൻ മരണത്തിനും കഴിയത്തില്ല. നീ ജയാളിയായി തീരുവാൻ പോകുകയാണ്. യേശുവിനോട് കൂടെ നടക്കുവാൻ തയ്യാറാകുക. വെള്ള ധരിച്ചുകൊണ്ട് അവർ എന്നോട് കൂടെ നടക്കും. കർത്താവ് തുടർന്ന് പറയുകയാണ്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ. അപ്പോൾ അത് കേട്ടല്ലോ അല്ലേ? എല്ലാവരും കേട്ടല്ലോ. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള അധികാരം ആർക്കുണ്ട്? കർത്താവിനുണ്ട്. ഒരിക്കൽ രക്ഷ പ്രാപിച്ചുകൊണ്ട് രക്ഷ എന്നേക്കും സുസ്ഥിരമായിരിക്കും എന്നുള്ള ചിന്തയൊക്കെ മാറ്റിക്കോണം. രക്ഷയിൽ നിൽക്കുവാൻ തയ്യാറാകണം. പഴയ നിയമ കാലഘട്ടത്തിൽ പോലും സങ്കേത നഗരത്തിൽ പോയാൽ അവിടെ നിൽക്കുവാൻ തയ്യാറാകണം. സങ്കേത നഗരത്തിൽ കയറിയല്ലോ അടുത്ത ദിവസം എനിക്ക് പോകാമല്ലോ എന്നുള്ള ചിന്ത നടക്കത്തില്ല. അടുത്ത ദിവസം നീ വെളിയിലിറങ്ങിയാൽ നിന്നെ സംഹാരകൻ തകർക്കും. അതുകൊണ്ട് തന്നെ സങ്കേത നഗരത്തിൽ നീ ആയിരിക്കണം. ഇന്ന കാലം നീ ആയിരിക്കണം എന്നുള്ള നിയമം പഴയ നിയമത്തിലുണ്ടെങ്കിൽ ഇന്നും അത് തന്നെയാണ്. നീ രക്ഷയിൽ നിന്നോണം. നിന്നെ രക്ഷയിൽ ആക്കിയിട്ടുണ്ട്. നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ മിടുക്ക് കൊണ്ടോ ഒന്നുമല്ല, നിന്റെ സാമർത്ഥ്യം കൊണ്ടല്ല, നിന്റെ സമ്പത്ത് കൊണ്ടല്ല, നിന്റെ പ്രതാപം കൊണ്ടല്ല, നിന്റെ സൗന്ദര്യം കൊണ്ടല്ല, ഒന്നും കൊണ്ടല്ല, ഈ ലോകത്തിന്റെ ഒന്നും കൊണ്ടല്ല, മറിച്ച് യേശു ക്രിസ്തുവിനാൽ നമ്മളെ രക്ഷയിലാക്കിയിരിക്കുകയാണ്. നമ്മളെ ഒരു ഉറപ്പുള്ള പാറയിലാക്കിയിരിക്കുകയാണ്. ഇനി ആ പാറ വിട്ട് മാറരുത്. നീ പാറയിൽ നിന്നോണം. നീ പാറയിൽ നിറങ്ങിയാൽ നീ വീണ്ടും ചെളിക്കുണ്ടിലാണ് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ പാറയിൽ നിന്നോണം, രക്ഷയിൽ നിന്നോണം. ജീവിതത്തിൽ ഉടനീളം രക്ഷയുടെ സന്ദേശഭാഗരായി നിൽക്കുവാൻ തയ്യാറായാൽ നീ ജയിക്കുന്നവനായി തീരുവാൻ പോകുകയാണ്. അവിടെ പറയാണ്, അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യാൻ പോകുകയാണ്? ഞാൻ അവന്റെ പേരെന്ത് ചെയ്യത്തില്ല, ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. നാം ഓടിയതും അധ്വാനിച്ചതും എല്ലാം വ്യർത്ഥമായി തീർന്നാൽ നമ്മളെക്കാൾ അരിഷ്ടന്മാരാരാണ്? ജീവപുസ്തകത്തിൽ പേര് കണ്ടില്ലെങ്കിൽ ഇവിടുത്തെ പുസ്തകത്തിലും പേരില്ല, അവിടുത്തെ പുസ്തകത്തിലും പേരില്ല, ഒന്നും പ്രാപിക്കാതെ പോയ നമ്മളെക്കാൾ അരിഷ്ടന്മാരാരാണ്? അതുകൊണ്ട് തന്നെ പൗലോസ് പറയുന്ന പോലെ തന്നെ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകാതിരിപ്പാൻ വേണ്ടി. പൗലോസ് പോലും അങ്ങനെ ചിന്തിച്ചെങ്കിൽ നാം എത്രമാത്രം ചിന്തിക്കണം. നാം ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകരുത്. ദൈവസന്നിധിയിൽ എപ്പോഴും നിൽക്കുവാൻ വേണ്ടി അവന്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ, നമ്മുടെ സ്വന്തം വിവേകത്തിൽ, നമ്മുടേതായ വഴികളിൽ സഞ്ചരിക്കരുത്, പോകരുത്. നീ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അനേക ജ്ഞാനികൾക്ക് കിട്ടാത്ത ഈ രക്ഷയെ ദൈവം നമുക്ക് പകർന്നു തന്നെങ്കിൽ ആ രക്ഷയുടെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിൽപ്പാൻ തയ്യാറാകുക. യേശു ക്രിസ്തു ഒരു ഉപമ പറയുമ്പോൾ പറയുന്നുണ്ട്, ഒരു രാജാവിന്റെ കല്യാണ വിരുന്നിൽ എല്ലാവരെയും വിളിച്ചു, കണ്ടവനെ എല്ലാം വിളിച്ചു, വഴിയിൽ നിന്നവനെ വിളിച്ചു, ദുഷ്ടന്മാരെ വിളിച്ചു. പക്ഷേ കല്യാണ ദിവസത്തിൽ ഒരുത്തൻ എന്ത് ചെയ്തില്ല? വസ്ത്രം ധരിച്ചില്ല. വസ്ത്രം ധരിക്കാത്തതിന് നാം പറയും ചിലപ്പോൾ അവൻ ദരിദ്രനാണല്ലോ. അങ്ങനല്ല, രാജാവ് താൻ കല്യാണത്തിന് വിളിക്കുന്നവർക്കെല്ലാം വസ്ത്രം കൊടുത്തിട്ടുണ്ട്. എന്നാൽ രാജാവിന്റെ വിളിയെ നിസ്സാരമായി കണ്ടുകൊണ്ട് വന്നവനെ എടുത്ത് പുറത്തിട്ടെങ്കിൽ ഇന്നും ഓർത്തുകൊള്ളണം, നാം പെന്തിക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, പെന്തിക്കോസ്തിന്റെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ, പെന്തിക്കോസ്തിന്റെ അനുഭവത്തിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. മറിച്ച് അതിൽ നിൽപ്പാൻ തയ്യാറാകണം. ഈ കാലം ദുഷ്കാലമാകിയാൽ നമ്മുടെ സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നാം എവിടെ ആയിരിക്കുന്ന
എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സദാ അതിൽ നിൽപ്പാൻ തയ്യാറാകണം. ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മുടെ പേര് നഷ്ടപ്പെട്ടു പോകരുത്, നിന്റെ പേര് നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ ഇവിടെ പറയാണ്, ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. അത് അന്ത്യന്യായവിധിയെ കുറിച്ചുകൊണ്ട് പറയാണ്, അല്ലെങ്കിൽ ന്യായവിധിയെ കുറിച്ചുകൊണ്ട് പറയാണ്. കർത്താവ് ന്യായാധിപനായിരിക്കുമ്പോൾ കർത്താവ് ലജ്ജിക്കാതെ നിങ്ങളുടെ പേര് പറയാൻ പോവുകയാണ്. ലോകത്തിൽ നിന്ന് അനേകർക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ ലജ്ജയുണ്ടെങ്കിലും, പലർക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും, കർത്താവ് പറയാണ്, വിശ്വസ്തനായ ദാസനെ, നിന്റെ പേര് ഞാൻ വിളിച്ചു പറയാൻ പോകുന്നത് ഏതെങ്കിലും നിസ്സാരരായ മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെയും ദൂതന്മാരുടെ മുമ്പിലാണ്. പലരും പലപ്പോഴും പാടുന്ന പാട്ടാണ്, പേർ വിളിക്കും നേരം കാണും എൻ്റെ പേരെന്ന്. പക്ഷെ കർത്താവ് പേർ വിളിക്കുമ്പോൾ നമ്മുടെ പേര് കാണുമോ? ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ട ഒരു സംഭവമാണത്. ഉപവാസ പ്രാർത്ഥന ഒരു വിടുതലിന്റെ പ്രാർത്ഥനയായി, അല്ലെങ്കിൽ ഒരു ഭൗതികമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്നതല്ല. മറിച്ച് ഉപവാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങി വരുവാനുള്ളതാണ്. അങ്ങനെ മടങ്ങി വരുന്നവരെ ദൈവം ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കും. നീ ആത്മീയത്തിൽ ക്രമീകരിക്കപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചോളും. നീ ഭൗതികത്തിന് വേണ്ടി നിന്നെ ക്രമീകരിക്കേണ്ട കാര്യമില്ല, മറിച്ച് ആത്മീക കാര്യങ്ങളിൽ നീ ശുഷ്കാന്തിയുള്ളവനായി തീരുക. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും തരാമെന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ അവന്റെ രാജ്യത്തിന് വേണ്ടി, അവന്റെ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ ഇവിടുന്ന് എഴുന്നേറ്റ് വരട്ടെ. നമ്മുടെ കാലത്തിൽ തന്നെ അത് സംഭവിക്കട്ടെ, നമ്മളിൽ തന്നെ അത് സംഭവിക്കട്ടെ. മാറ്റത്തിന്റെ കാറ്റുകൾ നമ്മളിൽ നിന്ന് ഉയർന്നു വരട്ടെ. പെന്തിക്കോസ്തിന്റെ ശക്തി ആദ്യ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ട അതേ ശക്തി ഈ സഭയിൽ നിന്ന് ഇനിയും ഉയർന്നു വരട്ടെ. മരിച്ചവനായി കിടപ്പാനല്ല, മറിച്ച് ജീവനുള്ളവരായി തീരട്ടെ. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തോണം? എഴുന്നേറ്റുകൊള്ളുക, എഴുന്നേറ്റുകൊള്ളുക. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, എന്തുകൊണ്ട് ഈ സന്ദേശം പറഞ്ഞ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഈ സഭയോട് അത് പറയേണ്ടത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. എന്നാൽ എന്ത് സംഭവിക്കും? എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എന്ത് പ്രകാശമുണ്ടെങ്കിലും ക്രിസ്തു പ്രകാശിച്ചില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണ്. അതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ വായിച്ചു നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ എന്ത് ചെയ്തോണം? ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകുന്ന അനേകരെ നിങ്ങൾ കാണുമായിരിക്കും. എന്നാൽ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. തുടർന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി, കേട്ടോ, ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അനവധി വാക്യങ്ങൾ വായിച്ച് ഈ പ്രസംഗം നടത്തണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് കേട്ട സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവിന് കാരണമായി തീരണം, ഒരു മടങ്ങി വരവിന് കാരണമായി തീരണം. നമ്മളല്ലാതെ എന്തെല്ലാം നേടിയാലും, ഞാൻ പറഞ്ഞില്ലേ, സർദീസ് വലിയ പ്രതാപം നേടിയെങ്കിലും അവർ തകർന്നു പോയി. ഭൗതികമായ എന്ത് നേടിയാലും അതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല. രക്ഷിക്കുന്നത് ആത്മാവിന്റെ ജീവനാണ്. ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ ജീവനുള്ളവനായി ആത്മീയമായി ജീവനായി ഇരുന്നാൽ മാത്രമേ നാം രക്ഷ പ്രാപിക്കത്തുള്ളൂ. രക്ഷ നഷ്ടപ്പെടുവാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഈ കാലഘട്ടത്തിൽ രക്ഷ നഷ്ടപ്പെടുത്തുന്ന അനേകരുടെ കൂട്ടത്തിലായി തീരുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് തങ്ങളെ വിളിച്ചെടുത്ത് വിശ്വസ്തരായി നിന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായി നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള കർത്താവിന്റെ ഇമ്പസ്വരം കേൾക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കേ. നമ്മളെ ആരാണ് വശീകരിച്ചു കൊണ്ടുപോകുന്നത്? ഗലാത്യ ലേഖനത്തിൽ ചോദിക്കുന്ന പോലെ നിങ്ങളോട് ഇത്ര വ്യക്തമായി ഇതൊക്കെ സംസാരിച്ചിട്ടും നിങ്ങളെ ആരാണ് വശീകരിച്ചു കൊണ്ടുപോകുന്നത്?
അതുകൊണ്ട് തന്നെ അജ്ഞാനികളായി തീരാതെ ജ്ഞാനികളായി തീരുവാൻ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. നമ്മളെ തന്നെ സമർപ്പിക്കുക. ഈ രാത്രിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവിനോട് ഏറ്റു പറയാനുള്ളതിനെയല്ലേ ഏറ്റുപറ. നിസ്സാരമായി കരുതരുത്. നിന്റെ കോട്ട സൂക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ കോട്ട സൂക്ഷിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് പറ. പലതിനെയും വളരെ നിസ്സാരമായി വലിച്ചു കയറ്റിവെക്കുന്ന അനുഭവങ്ങളില്ലേ? പലതും 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 നിസ്സാരമായി കരുതിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളില്ലേ? അതിനോടൊക്കെ നോ പറയാൻ തയ്യാറാകുക. ഗുഡ് ബൈ പറയാൻ തയ്യാറാകുക. മനുഷ്യർക്കൊപ്പം അല്ലെങ്കിൽ നാടോടുമ്പോൾ നടുവേ ഓടുന്ന സ്വഭാവങ്ങളൊക്കെ മാറ്റുവാൻ തയ്യാറാകുക. അവരങ്ങനെ ചെയ്തല്ലോ, എങ്കിൽ പിന്നെ എനിക്കെന്താ ഇങ്ങനെ ചെയ്യാമെന്നുള്ള ചോദ്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവിനോട് പറ. കർത്താവേ, നീ എന്നെ ജീവിപ്പിച്ചു. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ജീവിപ്പിച്ചെങ്കിൽ ആ ജീവനിൽ തന്നെ തുടരുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, പലപ്പോഴും ഞങ്ങൾ ജീവനുള്ളവരെന്നുള്ള പേരേ ഉള്ളൂ. കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികൾ പലപ്പോഴും പാപത്തിൻ്റെ മരണം തീണ്ടുന്ന സ്വഭാവങ്ങളാണ്. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും നാറ്റം കൊടുക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും കർത്താവേ മരണത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുകയാണ്. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന അതല്ലല്ലോ, ഞങ്ങൾ ജീവനുള്ളവരായി തീരണമെന്നാണല്ലോ. ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരു ജീവനുള്ള ദേഹികളായി, ജീവനുള്ള ദേഹങ്ങളായി, ജീവനുള്ള ആത്മാവുകളായി ഞങ്ങൾ തീരുവാനിടയാകണമേ. ഞങ്ങളെ കാണുന്നവർ തീർച്ചയായിട്ടും പറയട്ടെ, ഇവർ ക്രിസ്തുവിനാൽ ജീവിക്കുന്നവരാണ്. കർത്താവേ, അതിനുവേണ്ടി ഞങ്ങളിൽ നിന്ന് ചെത്തിക്കളയേണ്ടതിനെ ചെത്തിക്കളയണമേ. അതിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയേണ്ടതിനെ എടുത്തു കളയണമേ. കർത്താവേ, അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ കാതുകൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ സംസാരങ്ങൾ, ഞങ്ങളുടെ നടപ്പുകൾ എല്ലാം കർത്താവേ, ഞങ്ങളുടെ ഹൃദയം എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ശുദ്ധമായി തീരണമേ. കർത്താവേ, ഞങ്ങൾ പുറമേ ക്രിസ്ത്യാനികളായി തീരുവാനല്ല കർത്താവേ. കർത്താവേ, ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായി തീരുവാനല്ല കർത്താവേ. അതിൻ്റെ ശക്തി അനുഭവിച്ചറിയാൻ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കുറവുകളെ ക്ഷമിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധി ചെയ്യണമേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ അവരെ വീണ്ടും ജീവിപ്പിക്കണമേ. മരിപ്പാറായ അവസ്ഥകളിൽ നിന്ന് നിന്റെ ജനത്തെ വീണ്ടെടുത്ത്